Rasulullah, Muhammadur Rasulullah, Muhammadur Rasulullah sallallahu alayhi wa sallam. La ilaha illallah, la ilaha illallah, la ilaha illallah, la ilaha illallah, Muhammadur Rasulullah, Muhammadur Rasulullah, Muhammadur Rasulullah sallallahu alayhi. وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള സഹോദരന്മാരെ, സഹോദരിമാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഷഹാദത്തുമായി അഅമാലുകളെ ബന്ധിപ്പിച്ചു. അത് ഇസ്തിഖാമത്തിന് വേണ്ടിയുള്ളതാണ്. അമലുകൾ തുടങ്ങുന്നത് ഷഹാദത്തോടെയാണ്. ഇസ്ലാമിൽ ഒന്നാമത്തെ കാര്യം എന്താ? ഷഹാദത്താണ്. അമലിൽപ്പെട്ടതാണ്. അത് ഈമാന്റെ ഭാഗമാണെന്ന് കരുതി പോകരുത്. ഈമാന്റെ ഭാഗം അൻതുഅ്മിന ബില്ലാഹ്, അല്ലാഹുവിലുള്ള വിശ്വാസം. അത് ഈമാൻ കാര്യത്തിൽ ഒന്നാമതായിട്ട് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. തുഅ്മിനൂന ബില്ലാഹ്. രണ്ടാമത്തത് വ മലായികതി, മൂന്നാമത്തത് വ കുതുബിഹി, നാലാമത്തത് വ റുസുലിഹി, അഞ്ചാമത്തത് വൽ യൗമിൽ ആഖിർ, ആറ് വൽ ഖദരി ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല. അത് ഈമാന്റെ വിഷയങ്ങളാണ്. ഈമാൻ എന്താണെന്ന് നാം വിശദീകരിച്ചിട്ടുണ്ട്. ഈമാന്റെ മൂന്ന് ഭാഗങ്ങളെ സംബന്ധിച്ച് ഈമാൻ മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന് നാവ് കൊണ്ടുള്ള അമൽ, ഖൽബ് കൊണ്ടുള്ള അമൽ, അവയവങ്ങളെ കൊണ്ടുള്ള അമൽ. തസ്ദീഖു ബിൽ ഖൽബ്, ഖൽബ് കൊണ്ടുള്ള അമല് അള്ളാഹുവിനെ സംബന്ധിച്ച് പറഞ്ഞു തന്ന കാര്യങ്ങൾ അത്രയും, അള്ളാഹിന്റെ റസൂൽ അള്ളാഹിനെ സംബന്ധിച്ച് പറഞ്ഞു തന്ന കാര്യങ്ങൾ അത്രയും പൂർണ്ണമായി സത്യപ്പെടുത്തലാണ് ഖൽബ് കൊണ്ടുള്ള അമൽ. നാവ് കൊണ്ടുള്ള അമൽ ഏതൊരു അള്ളാഹുവിനെയാണോ സത്യപ്പെടുത്തിയിരിക്കുന്നത് ആ അള്ളാഹു അല്ലാതെ വേറെ ആരുമില്ല എന്ന് പ്രസ്താവന നടത്തലാണ്. ആ പ്രസ്താവന നടത്താൻ ഉപയോഗിക്കുന്ന പദം ഏതായിരിക്കണം? അള്ളാഹു പഠിപ്പിച്ച എന്ന പദമായിരിക്കണം. നമ്മുടെ വകയാകാൻ പാടില്ല. അതേതാണ് ആ പദം? ലാ ഇലാഹ ഇല്ലല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് തന്നെയായിരിക്കണം. മൂന്നാമത്തത് അവയവങ്ങളെ കൊണ്ടുള്ള അമാലുകളാണ്. അൽ അമലു ബിൽ ജവാരി. ഹൃദയം ഒരു കാര്യം സത്യപ്പെടുത്തുകയും ആ കാര്യം നാവ് പ്രസ്താവനയിലൂടെ പ്രഖ്യാപിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് അവയവങ്ങൾ ചെയ്യുന്ന പ്രവർത്തനം ആ പ്രസ്താവന നടത്തിയ പ്രമേയവുമായി ബന്ധപ്പെട്ടതായിരിക്കണം. അപ്പോൾ രണ്ട് കൈകൊണ്ട് ചെയ്യുന്ന ജോലി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂൽ അനുസരിച്ചായിരിക്കണം. കണ്ണുകൊണ്ട് ചെയ്യുന്ന ജോലി ആ തസ്ദീഖ് അനുസരിച്ചായിരിക്കണം. കാതുകൊണ്ട് ചെയ്യുന്ന ജോലി ആ തസ്ദീഖ് അനുസരിച്ചായിരിക്കണം. വയറുകൊണ്ട് ചെയ്യുന്ന ജോലി ആ തസ്ദീഖ് അനുസരിച്ചായിരിക്കണം. ഗുഹ്യാവയവങ്ങളെ കൊണ്ട് ചെയ്യുന്ന ജോലി ആ തസ്ദീഖ് അനുസരിച്ചായിരിക്കണം. പിന്നെ രണ്ട് കാലുകൊണ്ട് ചെയ്യുന്ന ജോലി ആ തസ്ദീഖ് അനുസരിച്ചായിരിക്കണം. മൈൻഡ് കൊണ്ട് ചെയ്യുന്ന ജോലി ആ തസ്ദീഖ് അനുസരിച്ചായിരിക്കും. അല്ലാഹു തആല പ്രവർത്തന സജ്ജമായി ശരീരത്തിൽ ഏതൊക്കെ അവയവങ്ങളെയാണോ നമുക്ക് സ്വാതന്ത്ര്യം വിട്ടുതന്നിരിക്കുന്നത് ആ വിട്ടുതന്നിരിക്കുന്ന അവയവങ്ങളെ കൊണ്ട് ചെയ്യുന്ന മുഴുവൻ പ്രവൃത്തിയും ആ തസ്ദീഖ് അനുസരിച്ചായിരിക്കണം. അപ്പോഴേ ഈമാനാവുള്ളൂ. ഇല്ലെങ്കിൽ ഈമാന്റെ ചില ഭാഗങ്ങളെ ആവുള്ളൂ. അബൂ താലിബിന്റെ ഈമാൻ ഭാഗികമാണ്. എന്താ കാര്യം? അദ്ദേഹം തസ്ദീഖ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇഖ്റാർ ചെയ്യാനും അമൽ ചെയ്യാനും തയ്യാറല്ല. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഈമാൻ ഭാഗികമാണ്. ഭാഗികമായ ഈമാൻ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയില്ല, അത് നരകത്തിലേക്ക് പ്രവേശിക്കാൻ കാരണമായി തീരും. അതുകൊണ്ട് അബൂ താലിബ് നരകത്തിലാണ്. യാതൊരു സംശയം നമുക്ക് ആ കാര്യത്തിൽ പെടാനില്ല. അപ്പൊ ഈമാൻ അതാണ് നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട്. എങ്കിൽ പിന്നെ ഇസ്ലാം എന്താണെന്ന് അഖ്ബിർനി അനിൽ ഇസ്ലാം,
ഇസ്ലാം എന്താണെന്ന് പഠിപ്പിച്ചതാ എന്ന് ആ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നിട്ട് റസൂലുള്ളാഹി തങ്ങളോട് ആവശ്യപ്പെട്ട ഹദീസ് നാം പലപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ എന്താണ് റസൂലുള്ളാഹി തങ്ങൾ മറുപടി കൊടുത്തത്? അൽ ഇസ്ലാം അൻ തശ്ഹദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് വ തുഖീമസ് സ്വലാത്ത് വ തുഅ്തിയസ് സകാത്ത് വ തസൂമ റമളാൻ വ തഹജ്ജൽ ബൈത ഇൻ ഇസ്തതഅത ഇലൈഹി സബീല. അതാ ഹുവൽ ഇസ്ലാം. ഇതാണ് ഇസ്ലാം. ഇതാണ് ഇസ്ലാം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ തടി കൊണ്ട് ചെയ്യേണ്ട അമലുകളാണ്. എങ്കിൽ പിന്നെ ഇസ്ലാമിൽ ഒന്നാമത്തെ കാര്യം എന്താണ്? ഷഹാദത്താണ്. ഷഹാദത്ത് തടി കൊണ്ട് ചെയ്യേണ്ടതാണ്. അത് നമ്മൾ പണ്ടേ അർത്ഥം വെച്ചിട്ട് കൊളാക്കിയതാണ്. എന്താണ് അർത്ഥം വെക്കൽ? നമ്മുടെ ചെറുപ്പത്തിലെ പൂർവികന്മാര് ഈ കാര്യത്തിൽ വലിയ ഉദാസീനത കാണിച്ചിട്ടുണ്ട്. ആ പൂർവികന്മാർ അങ്ങനെ പറയാൻ പറ്റുമോ, അങ്ങനെ പറയാൻ പറ്റുമോ, ഇങ്ങനെ പറയാൻ പറ്റുമോ, അങ്ങനെ പറയാൻ സംഗതി നടക്കൂല. ഒരുപാട് ഉദാസീനത കാണിച്ചിട്ടുണ്ട്. പിൻഗാമികൾ അതിന്റെ ഭാരം ചുമക്കുകയാണ്. കേരളക്കാരെ സംബന്ധിച്ച് പ്രത്യേകിച്ച് നമ്മളതിന്റെ ഭാരം ചുമക്കണം. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ എന്താണ് ഷഹാദത്തിന് അർത്ഥം വെച്ചത് ചെറുപ്പത്തിലെ? ഷഹാദത്തു അൻ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇബാദത്തിന് അർഹതപ്പെട്ടവൻ അല്ലാഹു അല്ലാതെ വേറെ ആളും ഇല്ലെന്ന് മനസ്സിൽ ഉറപ്പിച്ച് നാവ് കൊണ്ട് വെളിവാക്കി പറയുന്നു. എന്താ മനസ്സിലായത്? എന്താ മനസ്സിലായത്? സംഗതി കാണാണ്ട് പഠിച്ചു പരീക്ഷയ്ക്ക് എഴുതാൻ. എന്താ മനസ്സിലായത്? വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി അള്ളാഹിന്റെ പ്രവാചകനും മലയാളത്തിൽ അങ്ങനെ പഠിച്ച മലബാറുകാരൻ എങ്ങനെ പഠിച്ചത് എനിക്കറിയില്ല. പ്രവാചകനും തിരുദൂതരുമാണെന്ന് ഞാൻ നാവ് മനസ്സിൽ ഉറപ്പിച്ച് നാവ് കൊണ്ട് വെളിവാക്കി പറയുന്നു. എന്താ കാര്യം? ഷഹാദത്തിന്റെ അർത്ഥമായ വല്ലാഹി അത് ഷഹാദത്തിന്റെ അർത്ഥമല്ല. എന്നിട്ട് എന്താ സംഭവിച്ചത്? ഈ വെളിവാക്കി പറയുന്നതോടെ അവിടെ നിർത്തി. പിന്നെ ഷഹാദത്ത് ചർച്ചയിലില്ല. പിന്നെ ചർച്ചയിൽ നിസ്കാരം മുതലം കൊണ്ടുള്ള കാര്യങ്ങളാണ്. ഷഹാദത്ത് ചർച്ചയിലില്ല. പിന്നെ നിസ്കാരത്തിന്റെ ഷർദ്, നിസ്കാരത്തിന്റെ ഫർദ്, നിസ്കാരത്തിന്റെ സുന്നത്ത്, ഉദു മുറിയുന്ന കാര്യങ്ങള്, കുളി നിർബന്ധമാകുന്ന കാര്യങ്ങള്, ഉദു നിർബന്ധമാകുന്ന കാര്യങ്ങള്, ജനാബത്ത്, ഹൈദ്, നിഫാസ്, അങ്ങനെ വർഷങ്ങളോളം പിന്നെ പഠിക്കുകയാണ്. അത് 120 വയസ്സായാലും ആ പഠിപ്പ് തന്നെ. പിന്നെ ഒരിക്കലും ഷഹാദത്ത് എന്താണ് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടാവില്ല. ആ മലയാളത്തിൽ അന്ന് അർത്ഥം വെച്ച് പഠിച്ച അവിടെ വെച്ചതല്ലാതെ പിന്നെ എന്താണ് ഈ ഷഹാദത്ത് എന്ന് ഒരു ഉസ്താദിനോട് ജീവിതത്തിൽ ഒരിക്കൽ ചോദിക്കാനും കൂടി നമുക്ക് തോന്നിയിട്ടില്ല. കാരണം നമുക്ക് ഷഹാദത്ത് എന്താന്ന് മനസ്സിലായില്ലേ? മാങ്ങ എന്താന്ന് അറിയുന്ന ആളല്ലേ മാർക്കറ്റിൽ മാങ്ങ കണ്ട യന്ത്ര വരാൻ ചോദിക്കുള്ളൂ. മാങ്ങ ജനിച്ചിട്ട് കണ്ടിട്ടില്ലാത്ത ഒരുത്തർ എന്തോ ഒരു ഉരുണ്ട സാധനം അങ്ങ് പോകും, അതിനെ വരാൻ ചോദിക്കുമോ? ആ സാധനം തന്നെയല്ലേ. നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്ന് പറയുന്ന മജ്‌ലിസിൽ 100 വയസ്സുള്ള ഒരാള്, 100 വയസ്സുള്ള ഒരു ഉപ്പുപ്പ, അയാൾ വയലണ്ടിട്ട് തിരിഞ്ഞു പോകുമ്പോൾ അയാൾ ചെറുപ്പക്കാരോട് പറയണേ, എന്ത് വയലാണ് നിങ്ങൾ ഈ പറയിപ്പിച്ചിരിക്കുന്നത്? അയാൾ പ്രസംഗിച്ചിട്ട് പോയി. അന്തോ ഉപ്പുപ്പ, അയാൾ ജനാബത്തിന്റെ കാര്യം ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. അന്തോ ഉപ്പുപ്പ, നിങ്ങൾ ജനാബത്തിന്റെ പണ്ടേ റിട്ടയർഡ് ആയി, പിന്നെ അത് കേട്ടോണ്ടിരിക്കണം. നിങ്ങൾക്ക് അയാൾ നിങ്ങൾ മരിക്കുന്നവരെ ആവശ്യമുള്ള കാര്യമല്ല അയാൾ പറഞ്ഞു. ഈമാൻ കാര്യം പറഞ്ഞാൽ അത് പ്രസംഗമാവും, ജനാബത്തോ ഏതും പറഞ്ഞാൽ വയലോ ആവും. ഇതല്ലേ നമ്മുടെ നാട്ടിന്റെ പൊതു അവസ്ഥ. ഈമാൻ കാര്യം പറഞ്ഞാൽ ഓൻ വിപ്ലവകാരിയാവും, അയമാല് പറഞ്ഞാൽ ഓൻ നല്ല പണ്ഡിതനുമാവും. അങ്ങനെ കേട്ട് 150 വയസ്സിലും ജനാബത്തും ആയതും കേട്ട് മരവിച്ച് കിടക്കുന്ന ഒരു സമൂഹമാണ് നാം. അതുകൊണ്ട് തന്നെ ഷഹാദത്തിനെ പറ്റി പറഞ്ഞാൽ പെട്ടെന്ന് തലീക്കറാൻ ബുദ്ധിമുട്ടാ. അത് പറഞ്ഞുകൊണ്ടേ ഇരുന്നെങ്കിലേ കയറുള്ളൂ. ഷഹാദത്താണ് ആധികാരികത. ആ ഷഹാദത്തുമായി ബന്ധപ്പെട്ടാണ് ബാക്കിയുള്ള അമലുകൾ നമ്മുടെ. നിസ്കാരവും നോമ്പും ഹജ്ജും സക്കാത്തും ഷഹാദത്തുമായി ബന്ധപ്പെട്ടതാണ്. ഷഹാദത്തെ തഹ്ഖീഖ് ചെയ്യാനുള്ളതാണ് അമാലുകൾ. എന്താണ് ഷഹാദ? മാഹുവ ഷഹാദ, അല്ലെങ്കിൽ മാഹിയ ഷഹാദ. എന്താണ് ഈ ഷഹാദ എന്ന് പറയുന്ന സാധനം? 2 കാര്യത്തിൽ അല്ലാഹു തആല കൊടുക്കുന്ന ഉറപ്പാണ് ഷഹാദ. കോടതിക്ക് കൊടുക്കുന്ന ഉറപ്പാണല്ലേ സാക്ഷി. ഒരു കേസിൽ സാക്ഷി വിസ്താരം എന്ന് പറഞ്ഞാൽ എന്താണ്? ആ സാക്ഷി എന്താണ് കോടതിയിൽ പോയിട്ട് പറയുക? ആ സംഭവവുമായി ബന്ധപ്പെട്ടിട്ട് അയാൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ കോടതിക്ക് കൊടുക്കുന്ന ഉറപ്പാണ് സാക്ഷിമൊഴി. ആണല്ലോ. ഈ മൊഴി 2 തരത്തിലാവാം. ഒന്ന് ഷഹാദത്തു സിദ്ഖിൻ, 2 ഷഹാദത്തു കദിബിൻ. സത്യത്തിന്റെ സാക്ഷിത്വവും ആവാം, കള്ളത്തരത്തിന്റെ സാക്ഷിത്വവും ആവാം. ആവാലോ? ആവാം. ഈ രീതിയിൽ അല്ലാഹു തആലാക്ക് കൊടുക്കുന്ന ഉറപ്പാണ് 2 കലിമയിലുള്ള ഷഹാദ. അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കുകയാണ് ആര്? ഒരു മുഅ്മിൻ. അള്ളാഹുവിനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രസ്താവിച്ചു കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ട ആദ്യത്തെ അമൽ എന്താണ്? ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഇഖ്റാർ ചെയ്താൽ, ഇഖ്റാർ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ല, വെറും ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രമാണ്. ഇഖ്റാർ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താ? മരിക്കാൻ നേരത്തെ ഒരു മുസ്ലിം അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലണോ അതോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലണോ? ഉറപ്പാണല്ലോ. അപ്പൊ ഷഹാദത്ത് കലിമ മരിക്കാൻ നേരത്തില്ല. അപ്പൊ ഈമാന്റെ കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഷഹാദത്തിന്റെ കലിമയാണ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് വേറെ വെച്ച് പഠിച്ചേ പറ്റൂ.
ഈമാൻ കാര്യം ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇസ്ലാം കാര്യം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പൊ എന്താണ് ഈ ഷഹാദ? അത് അറിയില്ലെങ്കിൽ പിന്നെ എങ്ങനെ അമൽ ചെയ്യുക? അതറിയാതെ പിന്നെ എങ്ങനെ അമൽ ചെയ്യുക? ഉമ്മത്തിന് ഏറ്റവും സംഭവിച്ചത് അതായത് നവോത്ഥാന നായകന്മാർക്ക് തൗഹീദ് സമൂഹത്തിന് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയാതെ വന്നത് ഷഹാദത്ത് എന്താണെന്ന് നേരത്തെ മനസ്സിലാക്കിയിട്ടില്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഹിന്ദുക്കൾക്ക് പ്രശ്നമില്ല. ഒരു മുസ്ലിം ആകാൻ പോകുന്ന ഒരു ഹിന്ദുവിന് ഒരു പ്രശ്നവുമില്ല. ഒരു ക്രിസ്ത്യാനികൾ ഇപ്പം പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ ഇസ്ലാമിന്റെ പ്രബോധനം എളുപ്പമാണ്. ഭൂമിയിൽ ഏറ്റവും എളുപ്പം ഇസ്ലാമിക പ്രബോധനം ഈ അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളിലാണ്. അവിടുത്തെ ക്രിസ്ത്യാനികൾ, എന്തുകൊണ്ടാണ് അത് ക്രിസ്ത്യാനികൾക്ക് പരമ്പരാഗതമായിട്ട് ഇസ്ലാം എന്താണെന്ന് അറിയാം. പടിഞ്ഞാറൻ രാജ്യങ്ങളിലുള്ള ക്രിസ്ത്യാനികൾ മിക്കവാറും മുസ്ലിങ്ങൾ കൺവർട്ടായവരാണ്. അയാൾ ഉപ്പ ഏതെങ്കിലും അഹമ്മദോ മുഹമ്മദ് ആയിരിക്കും. ഈ മകന്റെ പേര് അല്ലെങ്കിൽ പിന്നെ ജോർജ് മഹമ്മൂദ് കത്തോലിക്കൻ എന്നൊക്കെയാണ് അവിടെ പേരിടുക. അല്ലെങ്കിൽ വർഗീസ് അഹമ്മദ് കത്തോലിക്കൻ, ഉപ്പാപ്പന്റെ പേര് അങ്ങനെയായിരിക്കും. അവൻ ക്രിസ്തുവത്തെ അപ്പൊ അവളെ പറ്റി ഒന്ന് തട്ടിക്കൊടുത്താൽ, എടാ നീ എന്ത് ഭ്രാന്തനാണ്, നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് വരേണ്ട ആളല്ലേ, നീ ഇങ്ങനെ എന്നാ ശരിയാവും? അപ്പം തന്നെ അവൻ എന്നാ ഞാൻ പറഞ്ഞോളാം അശ്വതോറ്റും പറഞ്ഞിട്ട് പള്ളിയിലേക്ക് വരല്ലേ. രാവിലെ ചർച്ചിൽ പോകാനായിരിക്കും, അവൻ ഉച്ചക്ക് നൂറിന്റെ പള്ളിയിലേക്ക് വരും. ഇതാണ് പടിഞ്ഞാറൻ രാജ്യങ്ങളിലുള്ള കൺവർട്ടിങ് സ്റ്റൈൽ ഇപ്പോഴത്തെ. അത് തടയിടാനാണ് ഈ ലോകത്തുള്ള പ്രശ്നങ്ങൾ മുഴുവൻ. നമ്മൾ ഇന്ത്യക്കാരെ നമുക്കിത് മനസ്സിലാവില്ല. എന്തുകൊണ്ടാ? ഒരുപാട് മതങ്ങളുടെയും ജാതികളുടെയും ഇടയിൽ ജീവിക്കുന്ന നാം മുസ്ലിം ഉമ്മത്തിന്റെ ഉള്ളകത്ത് തന്നെ ഷഹാദത്ത് എന്താണെന്ന് മനസ്സിലായിട്ടില്ലാത്ത സമൂഹത്തോടാണ് നാം തൗഹീദ് പ്രസംഗിക്കുന്നത്. അതുകൊണ്ടാണ് തൗഹീദിന്റെ പ്രബോധകന്മാർക്ക് കേരളത്തിലോ ഇന്ത്യയിലോ പെട്ടെന്ന് അടിവേരുണ്ടാക്കാൻ കഴിയാത്തത്. വലിയൊരു വസ്തുതയാണ്. കാരണം നാം ഷഹാദത്തിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നില്ല, ഷഹാദത്ത് എന്താണെന്ന് അറിയുന്നുമില്ല. അതേ അവസരത്തിൽ ഷഹാദത്ത് ഒന്നാമത്തെ കാര്യം മൻ ഷഹിദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വഅന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു മുഖ്ലിസൻ ദഖലൽ ജന്ന. ഷഹാദത്ത് ഇഖ്ലാസോടുകൂടി ആണെങ്കിലോ സ്വർഗ്ഗത്തിൽ കടന്നു. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗ്ഗപ്രവേശനവുമായിട്ട് രണ്ട് കാര്യവും പറഞ്ഞിട്ടുണ്ട്. മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ടുണ്ട്, മൻ ഷഹിദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹദീസിന്റെ കിതാബ് ഇച്ചിരി പരിചയമുള്ളവരല്ലേ, ഇത് രണ്ടും പറഞ്ഞിട്ടുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത് മാത്രമാവും എന്താകും? അത് ഈമാന്റെ കാര്യമാവും. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോൾ ഇസ്ലാമിന്റെ കാര്യമാവും. അപ്പൊ എന്താണ് ഷഹാദത്ത്? ഞാൻ നീട്ടിക്കൊണ്ട് പോകുന്നില്ല, നമുക്ക് ഇന്ന് ലാസ്റ്റ് ദിവസമാണ് നോമ്പിന് മുമ്പുള്ള. അവിടെ നോമ്പിനെ അതുമായിട്ട് ബന്ധപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നത്. പറയുമ്പോ തന്നെ ഇഷാവാൻ കൊടുക്കും, ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇൻഷാ അല്ലാഹ് ഇനിയും അല്ലാഹു തൗഫീഖ് ഞാൻ വരും ഇൻഷാ അല്ലാഹ്. സുമ്മ ഇൻഷാ അല്ലാഹ് സെപ്റ്റംബറിലാണ് നമുക്ക് ഷഹാദത്ത് ശരിക്കൊന്ന് പഠിച്ചേ പറ്റും. ഉമ്മത്തിനെ പഠിപ്പിച്ച് എത്ര ആള് പഠിക്കും നമുക്ക് നോക്കിയേ വേണ്ട. നമ്മള് നോയിൻ നബിന്റെ ഒന്നിച്ച് 72 ആള്, നമ്മളൊന്നിച്ച് ഒരു 750 ആളുണ്ടാവും. എങ്ങനെയായാലും 72 നോയിൻ നബിന്റെ ഒന്നിച്ച് അങ്ങനെ പോകുമ്പോ നല്ല ലാഭമല്ലേ നമുക്ക്. ഇങ്ങനെ 950 കൊല്ലം മെനക്കെട്ടിട്ട് 100 കൊല്ലത്തിലാകെ 10 ആളെ തേക്കാൻ നോയിൻ നബിക്ക് കഴിഞ്ഞിട്ടില്ല. പക്ഷെ അഷ്റഫുൽ ഖൽഖിന്റെ ഉമ്മത്ത് പേർക്ക് ബഹുമാനം വെച്ചുകൊണ്ട് തന്നെ അള്ളാഹു തആല നമുക്ക് അതിനേക്കാൾ കൂടുതൽ അളത്തരും. എന്നാലും അത്രേ പ്രതീക്ഷിക്കേണ്ടുള്ളൂ എന്നാ പറഞ്ഞത്. നാട്ടുകാരെ മുഴുവനും ഒരു കാരണത്താലും പ്രതീക്ഷിക്കേണ്ടെന്നാ പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് ആൾക്കാരെ മുഴുവനും ഇല്ലാത്തതുകൊണ്ട് ഞാനും ഇല്ലാതാണെങ്കിൽ നരകത്തിലേക്കുള്ള ഏറ്റവും വലിയ വഴി അതാണ്. ആൾക്കാർ മുഴുവനും എല്ലാവരും ഇല്ലല്ലോ, പിന്നെ എങ്ങനെ ഞാൻ? മാന്യന്മാരും ഇല്ലല്ലോ, പിന്നെ എങ്ങനെ ഞാൻ? അലിമികളും ഇല്ലല്ലോ, പിന്നെ എങ്ങനെ ഞാൻ? അജാക്കന്മാരും ഇല്ലല്ലോ, പിന്നെ എങ്ങനെ ഞാൻ? പിന്നെ എങ്ങനെയാ ഞാൻ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഞാനാണ് അള്ളാഹു തൗഫീഖ് ചെയ്തെടുത്തത്. ഏതുപോലെ നൂഹ് നബിക്ക് കിട്ടിയ കുറെ സാധാരണക്കാരെ പോലെ, മൂസാ നബിക്ക് കിട്ടിയ കുറെ കടൽ തൊഴിലാളികളെ പോലെ. ആരാ മൂസാ നബിന്റെ ആൾക്കാർ മുഴുവനും? കടൽ തൊഴിലാളികൾ. കേമന്മാരെ കിട്ടിയോ? എല്ലാവരും ഫിറോയിൽ ഒന്നിച്ചു പോയില്ലേ? പോട്ടെ, അതിനൊക്കെ ഞാൻ കടക്കുന്നില്ല. അപ്പൊ ബഹുമാനപ്പെട്ടവരെ, ഷഹാദത്ത്, ആ ഷഹാദത്ത് എന്ന പദം ആദ്യം പ്രഖ്യാപിച്ചത് ആരാണ്? 2 ഷഹാദയാണ്. ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹിലുള്ള ഷഹാദ, ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹിലുള്ള ഷഹാദ. 2 മുഹമ്മദുർ റസൂലുള്ളാഹിലുള്ള ഷഹാദ. 2 വചനങ്ങളിൽ അള്ളാഹ്ക്ക് നാം ഉറപ്പ് കൊടുക്കുകയാണ്. ഒന്നാമത്തെ ഉറപ്പ് എന്താ? അശ്ഹദു, ഞാൻ തയ്യാറാണ് അല്ലാഹുവേ. നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത് മലയാളത്തിൽ പറഞ്ഞാണ് ഈ കുഴപ്പേ. അശ്ഹദു, ഞാൻ തയ്യാറാണ് അല്ലാഹുവേ. എന്തിന്? അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, എൻ്റെ ജീവിതത്തിൽ അല്ലാഹുവേ നീയല്ലാത്ത വേറൊരു ശക്തിയെയോ വ്യക്തിയെയോ വസ്തുവിനെയോ ഒരു പ്രശ്നത്തിലും ഇടപെടിക്കുകയില്ലെന്നും അതുകൊണ്ട് നിന്റെ മുമ്പിൽ മാത്രമേ ഞാൻ കുമ്പിടുകയുള്ളൂ എന്നും നിനക്ക് ഞാൻ ഉറപ്പ് തരുന്നു. അല്ലാഹു അക്ബർ. എന്നിട്ട് എന്തൊക്കെയാ കാട്ടിക്കൂട്ടി നമ്മൾ ആലോചിക്കുക.
കൊടുത്ത ഉറപ്പെന്താ? വളരെ ശക്തമായൊരു ഉറപ്പ്. ലംഘിച്ചതോ കട്ടിയുള്ള ലംഘനം. ആ ലംഘനത്തിന്റെ ഈറ്റുനോവും പേറ്റുനോവും ഒന്നിച്ചനുഭവിക്കുകയാണ് ഇന്ന് മുസ്ലിം ലോകം. എന്താണ് സുഹൃത്തുക്കളെ മുസ്ലിം പ്രശ്നം എന്ന് പറഞ്ഞാൽ? മുസ്ലിം പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഇങ്ങനെ കൂട്ടായ പ്രവർത്തനല്ലേ മുസ്ലിം പ്രശ്നം പരിഹരിക്കാൻ. കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ, തെക്ക് മുതൽ വടക്ക് വരെ മുസ്ലിം പ്രശ്നം, മുസ്ലിം വിഷയം, സോഷ്യൽ വർക്ക് മുസ്ലിങ്ങളെ രക്ഷപ്പെടുത്താൻ, മുസ്ലിമീങ്ങൾ അഭിവൃദ്ധിയിലാക്കി. പക്ഷെ ഞാൻ നാട്ടുപോങ്ങലാക്കി. എന്റെ ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, എന്താണ് മുസ്ലിം പ്രശ്നം? വല്ലാഹി ഒറ്റൊരു പ്രശ്നം മാത്രമേ മുസ്ലിങ്ങൾക്കുള്ളൂ. അത് പരിഹരിച്ചാൽ 100% പ്രശ്നം പരിഹരിച്ചു. ആ ഒരു പ്രശ്നം വല്ലാഹി സാമ്പത്തികമല്ല. സമ്പത്തിന്റെ കാര്യത്തിൽ ഒരു കുഴപ്പവും ഉമ്മത്തിനില്ല. രാഷ്ട്രീയവുമല്ല, രാഷ്ട്രീയത്തിന്റെ കാര്യത്തിൽ ഒരു പ്രശ്നവും ഉമ്മത്തിനില്ല. സാമൂഹികവുമല്ല, ഒരു പ്രശ്നവും സാമൂഹികതയിലുമില്ല ഈ ഉമ്മത്തിന്. ഈ ഉമ്മത്തിന് ഒറ്റ പ്രശ്നമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ 99% മുസ്ലിമീങ്ങൾ ജീവിക്കുന്ന രാജ്യങ്ങളിലും പ്രശ്നം മുസ്ലിമീങ്ങൾക്ക് തന്നെ. 2% മുസ്ലിമീങ്ങൾ ജീവിക്കുന്ന സൗത്ത് ആഫ്രിക്ക പോലെയുള്ള സ്ഥലങ്ങളിലും പ്രശ്നം മുസ്ലിങ്ങൾക്ക് തന്നെ. 30% മുസ്ലിങ്ങൾ താമസിക്കുന്ന ഇന്ത്യയിലും പ്രശ്നം മുസ്ലിങ്ങൾക്ക് തന്നെ. എല്ലായിടത്തും പ്രശ്നം മുസ്ലിങ്ങൾക്ക് മാത്രം. ന്യൂനപക്ഷായാലും ശരി, ഭൂരിപക്ഷായാലും ശരി, അധികാരം ഉള്ളിടത്തായാലും ശരി, അധികാരം ഇല്ലാത്തടത്തായാലും ശരി, ബാക്കി എനിക്ക് ഒരു പ്രശ്നവുമില്ല. അങ്ങനെ നിങ്ങൾ എന്തെങ്കിലും കേട്ടിട്ടുണ്ട്? എന്തെങ്കിലും ഒരു സായുധ കലാപം റോമിൽ നടന്നതായിട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ? ഇല്ല, ഈ അടുത്ത കാലത്തൊന്നും കേട്ടിട്ടില്ല. എന്താ കാര്യം? ഇപ്പൊ മുസ്ലിമീങ്ങൾക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്. അതെ, ആ പ്രശ്നം ആകാശവുമായി ബന്ധപ്പെട്ടതാണ്. എന്താണ് പ്രശ്നം? 400 കോടി മുസ്ലിമീങ്ങളുണ്ട് ഭൂലോകത്ത്. ഈ 400 കോടി മുസ്ലിമീങ്ങളിൽ സിംഹഭാഗവും ഷഹാദത്തിൽ ഖിയാനത്ത് കാണിച്ചവരാണ്. അതിന്റെ തിക്തഫലം ഈ ഉമ്മത്ത് കംപ്ലീറ്റ് അനുഭവിച്ചേ പറ്റും. അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊടുത്ത ഷഹാദത്തിലും ചതി കാണിച്ചിട്ടുണ്ട്. മുഹമ്മദ് റസൂലുള്ളാഹി കൊടുത്ത ഷഹാദത്തിലും ചതി കാണിച്ചു. ഞാൻ ചോദിക്കട്ടെ, ഈ കഴിഞ്ഞ ശഅബാൻ മാസം 15 അന്ന് 3 യാസീൻ ഓതി ഉമ്മത്തിലെ 95% ഇല്ലേ? അസ്ർ കഴിഞ്ഞിട്ട് സൂറത്തു ദുഖാൻ ഓതി ഉമ്മത്തിലെ 95%. എന്താ സംഭവിച്ചത്? മുഹമ്മദ് റസൂലുള്ളാഹി കൊടുത്ത ഷഹാദത്തിന്റെ വ്യക്തമായ ലംഘനം, തനിച്ചതി, തനി ഖിയാനത്താണ്. അവിടെ അമാനത്ത് പാലിക്കാൻ ഈ ഉമ്മത്തിനെ കൊണ്ട് കഴിഞ്ഞില്ല. വളരെ ചെറിയ ശതമാനത്തിന് മാത്രമേ ഷഹാദത്തിന് അമാനത്ത് പാലിക്കാൻ കഴിഞ്ഞുള്ളൂ. 95% ഖിയാനത്താണ് സംഭവിച്ചത്. ഖിയാനത്തിന്റെ ഓപ്പോസിറ്റ് അമാനത്താണ്. ഷഹാദത്തിൽ അമാനത്ത് ഉണ്ടാവണം. നമുക്ക് അമാനത്ത് കൊടുക്കാൻ കഴിഞ്ഞില്ല. അള്ളാഹു ആവശ്യപ്പെട്ടത് അമാനത്താണ്. ഇന്ന അറദിനൽ അമാന, അമാനത്താണ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. ആ അമാനത്ത് അള്ളാഹുവിനെ ഏൽപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞില്ല. നാം നഗ്നമായ ലംഘനം നടത്തി. മുഹമ്മദ് ഈ റിസാലത്തിൽ അള്ളാഹ്ക്ക് നാം കൊടുത്തിരിക്കുന്ന ഷഹാദത്തിനെ നഗ്നമായ ലംഘനം നടത്തി നാം. പിന്നെ എങ്ങനെയാണ് ഈ ഉമ്മത്ത് രക്ഷപ്പെടുക? ഈ ഉമ്മത്ത് ഷഹാദത്തിന് ഘടകവിരുദ്ധമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ഷഹാദത്ത് കൊടുക്കുക, എന്നിട്ട് അള്ളാഹു അല്ലാത്ത വ്യക്തികളെ, അള്ളാഹു അല്ലാത്ത ശക്തികളെ, അള്ളാഹു അല്ലാത്ത വസ്തുക്കളെ അള്ളാഹു തആലക്ക് ഒന്നിക്കൽ പകരക്കാരായിട്ട് നിദ്ദൻ, അല്ലെങ്കിൽ പാർട്ണറായിട്ട് ശരീക്കൻ, അല്ലെങ്കിൽ സഹായിയായിട്ട് വഹീറൻ, അല്ലെങ്കിൽ ശുപാർശകനായിട്ട് ഷഫീഅൻ, അല്ലെങ്കിൽ ഇടയാളായിട്ട് വസീലൻ. 5 ഏതെങ്കിലും ഒരു വകുപ്പിൽ ഷഹാദത്തിൽ ലംഘനം കാണിച്ചിട്ടുണ്ട്. മനസ്സിലാകുന്നുണ്ട് ഞാൻ പറയുന്നത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊടുത്ത ഷഹാദത്തിൽ ഏതെങ്കിലും ഒരു ലംഘനം നടന്നിട്ടുണ്ടാവും. നിദ്ദൻ, ഒന്നിക്കൽ പകരക്കാരൻ എന്ന നിലക്കായിരിക്കും ലംഘനം നടന്നിട്ടുണ്ടാകുക, അള്ളാഹുവിന്റെ പകരക്കാരൻ. അല്ലെങ്കിൽ ശരീക്കൻ, അള്ളാഹ്ക്ക് പാർട്ണർ, ശരീക്കായിട്ട് പാർട്ണറായിട്ടുള്ള ലംഘനം. അല്ലെങ്കിൽ വഹീറൻ, അള്ളാഹ്ക്ക് ഒരു സഹായി എന്ന നിലയ്ക്ക് ലംഘനം നടന്നിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഷഫീഅൻ, അള്ളാഹിനോട് ശുപാർശ വായിക്കുന്ന ആളെന്ന നിലയ്ക്ക് ലംഘനം നടന്നിട്ടുണ്ടാവും. അല്ലെങ്കിൽ വസീലൻ, ഇതൊന്നുമില്ല, അള്ളാഹിന്റെ ഇടക്ക് കൊണ്ടുപോയി നിർത്തുക, അത് കണ്ടിട്ട് അള്ളാഹ് എനിക്ക് ശരിയാക്കി തരാൻ. വല്ലാഹി ഈ 5 ഏതെങ്കിലും ഒന്നിൽ ലംഘനം നടന്നിട്ടുണ്ട് ഷഹാദത്തിൽ. 100% മുസ്ലിമീങ്ങളെ പരിശോധിച്ച് നോക്കി. വളരെ ചെറിയ ശതമാനത്തിന് മാത്രമേ രക്ഷപ്പെടാൻ സാധിക്കുള്ളൂ. അതെ, അള്ളാഹു റസൂലിനെ പറഞ്ഞിട്ടുള്ളൂ, ഒരു കറുത്ത കാളയുടെ ശരീരത്തിൽ എത്ര വെളുത്ത രോമമുണ്ടോ അത്രയും പേര് മാത്രമേ ഈ ഉമ്മത്ത് രക്ഷപ്പെടുള്ളൂ എന്നുള്ളതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അള്ളാഹ് കൊടുത്ത ഉറപ്പാണ്, അഷ്ഹദ്, ഞാൻ സാക്ഷിയാണ്. ഏതാണ് ഈ ഷഹാദ? ആരാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷഹാദത്ത് ആദ്യം കൊടുത്ത ആള്? ആ കൂട്ടത്തിലാണ് നമ്മൾ. കേട്ടോ, പ്രാവർത്തികമാക്കുന്ന കാര്യത്തിൽ നാം വല്ല മാന്യതയും കൽപ്പിച്ചോ? ആരാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷഹാദത്ത് കൊടുത്തത് ആദ്യമായിട്ട്? സൂറത്തുൽ ആലി ഇംറാനിലേക്ക് വാ. ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാഹു. ലാ ഇലാഹ ഇല്ലല്ലാഹ് ആദ്യത്തെ ഷഹീദ് ആരാ? ആ കൂട്ടത്തിലാര്? നമ്മളും. എന്ത് മാന്യതയാണ് നമ്മൾ അല്ലാഹു തആല കൊടുത്തത്.
അള്ളാഹു അല്ലാത്ത വ്യക്തികളെ, ശക്തികളെ, വസ്തുക്കളെ, ശൈഖുകളെ, വലിയുകളെ, ബീവികളെ, ബാവകളെ, ദേവികളെ, ദേവന്മാരെ, ഭഗവതികളെ, ഭഗവാന്മാരെ, അധികാരത്തെ, പണത്തെ, സമ്പത്തിനെ, ആരോഗ്യത്തെ, ഇതെല്ലാം നാം അള്ളാഹു തആലക്ക് പകരം കൊടുത്തു. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല ലാ ഇലാഹ ഇല്ലല്ലാഹ് സാക്ഷി. ആ സാക്ഷിത്വം നിൽക്കുക ആ അള്ളാഹുക്ക് ഒരു വ്യക്തിത്വം കൊടുക്കാമായിരുന്നില്ല നമുക്ക്. അതുവരെ നമ്മൾ കൊടുത്തില്ല. ഞാൻ അള്ളാഹു പറഞ്ഞ അള്ളാഹ് പ്രഖ്യാപിച്ച പ്രഖ്യാപനമാണ് ഞാൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആ ഒരു ചിന്ത പോലും നമുക്കുണ്ടായില്ല. നമുക്ക് മീൻസ് മുസ്ലിം ഉമ്മത്തിന്. രണ്ടാമതാരാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷഹാദത്ത് കൊടുത്തത്? വൽ മലായിക ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാഹു വൽ മലായിക. രണ്ടാമതായിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷഹാദത്ത് പറഞ്ഞവർ മലക്കുകളാണ്. മൂന്നാമതായിട്ട് ഷഹാദത്ത് പറഞ്ഞവർ ആരാണ്? വഉലുൽ ഇൽമി ഖായിമൻ ബിൽ ഖിസ്ത്. അംബിയാ മുർസലീങ്ങളാണ്. അല്ലാഹു അക്ബർ. ആ കൂട്ടത്തിൽ ആരുണ്ട്? ഞാനുണ്ട്. അശ്ഹദു, ഞാനുണ്ട് അല്ലാഹുവേ. നിന്റെ ഒന്നിച്ച് ഞാനുണ്ട് അല്ലാഹുവേ. നിന്റെ മലക്കളോടൊപ്പം ഞാനും ഉണ്ട് അല്ലാഹുവേ. നിന്റെ അംബിയാ മുസ്ലിങ്ങളോടൊപ്പം ഞാനും ഉണ്ട്. ഏത് കാര്യത്തിൽ? ലാ ഇലാഹ ഇല്ലല്ലാഹ്ന്റെ കാര്യത്തിൽ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? അള്ളാഹു അംബിയാ മുസ്ലിങ്ങൾ ഒറ്റക്കെട്ടായിട്ട് അടങ്ങുന്നു, നമ്മൾ ഔട്ട്. അതിന്റെ നോവാണ് ഇന്ന് മുസ്ലിം ഉമ്മത്ത് ലോകം മുഴുവനും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വല്ലാഹി തൗഹീദ് ശരിപ്പെടുത്താത്ത കാലത്തോളം ഖിയാമത്ത് നാൾ വരെ മുസ്ലിം പ്രശ്നം പരിഹരിക്കാൻ ലോകത്താര് വിചാരിച്ചാൽ സാധിക്കും. ഒരു തീരുമ്പോ ബറുത്തങ്ങളോ ഒരു നാട്ടിൽ തന്നെ തീരുമ്പോ അസറാവുമ്പോഴേക്ക് സുബിയാവൊക്കെ ബറ തുടങ്ങും. പരിസര രാജ്യങ്ങളൊക്കെ ചിന്തിച്ചു നോക്കി. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളൊക്കെ ചിന്തിച്ചു നോക്കി. പക്ഷെ ഈ കാര്യം ആരും ചിന്തിക്കുന്നില്ല എന്നതാണ്. ഈ ഗൗരവം ആരും ചിന്തിക്കുന്നില്ല. എല്ലാവരും മറ്റു പല രീതിയിലാണ് വ്യാഖ്യാനിക്കുന്നത്. നമുക്ക് ഇഷ്ടം പോലെ സംഘടനകളുണ്ട്, പത്രക്കാരുണ്ട്, പത്രങ്ങളുണ്ട്, മാസികകളുണ്ട്, ചാനലുകളുണ്ട്, എല്ലാം ഉണ്ട്. എല്ലാവരും പ്രശ്നത്തെ ഭൗതികമായിട്ടാണ് കാണുന്നത്. അതെ, ഇബാദത്തിനെ സോഷ്യൽ വർക്കായിട്ട് കണ്ടവരാണ് നമ്മൾ. പിന്നെ നമ്മൾ രക്ഷപ്പെടുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി അനുസരിച്ചുള്ള ഇബാദത്ത് സോഷ്യൽ സർവീസ് ആയിട്ട് കാണുന്ന നമുക്ക് ഇംഗ്ലീഷിൽ ആരല്ലോ എന്തൊക്കെയോ വാക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ സോഷ്യൽ സർവീസിൽ നാം യതീംഖാനെ ഉൾപ്പെടുത്തി. സംഭവിച്ചതോ കഫാലത്തുൽ യതീം എന്താണ്? ഇബാദത്താണ്. ആ ഇബാദത്ത് സോഷ്യൽ സർവീസ് ആക്കിയിട്ട് ഈ കൊലത്തിലാക്കിയത് ആര്? ഈ ഉമ്മത്ത്. ഈ ഉമ്മത്ത് എങ്ങനെയാണ് ഈ കഫാലത്തുൽ യതീം എങ്ങനെയാണ് അല്ലാഹു റസൂൽ കാണിച്ചു തന്നിരിക്കുന്നത്? ആസ്പെറ്റോസിന്റെ ഗോണോണ് കെട്ടിയിട്ട് സ്റ്റീലിന്റെ പാത്രം കൊടുത്തിട്ട് ക്യൂ നിർത്തിയിട്ട് ജയിലിൽ കൊടുക്കുമ്പോൾ പച്ചരി കഞ്ഞി കൊടുക്കാനാണ്. അങ്ങനെയാണ് റസൂൽ കാണിച്ച കഫാലത്തുൽ യതീം. കഫാലത്തുൽ യതീം ഇബാദത്താണ്. ഇത് സോഷ്യൽ വർക്ക് ആക്കിയത് ആരാ? സോഷ്യൽ സർവീസ് ആക്കിയത് ആരാ? ജൂതരെയും നസാറയെയും ഇഞ്ചായിട്ട് പിന്തുടരുകയാണ് നാം. എന്നിട്ട് ന്യായീകരിച്ച് ജയിക്കാൻ വേണ്ടി മെനക്കെടുക. ഒരു ജയവുമില്ല. എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊടുത്ത ഷഹാദത്തിലിട്ട് തൂക്കണം, മുഹമ്മദുർ റസൂലുള്ളാഹി ഇട്ടുകൊടുത്ത ഷഹാദത്തിലിട്ട് തൂക്കണം വിഷയങ്ങളെ. ഇതിൽ മാത്രമേ ഇസ്ലാമിന്റെ അഡ്രസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ഇസ്ലാമിന്റെ പേര് പറയരുത്. വേറെന്തൊക്കെ പേര് പറഞ്ഞു? സോഷ്യൽ സർവീസിന് പേരിട്ടോ, അല്ലെങ്കിൽ സോഷ്യൽ വർക്കിന് പേരിട്ടോ. ഇസ്ലാമിന്റെ പേരിലാകാൻ പാടില്ല. ഇസ്ലാമിന്റെ പേരിലാണെങ്കിൽ അത് രണ്ട് ഷഹാദത്തിൽ അധിഷ്ഠിതമായിരിക്കണം. ആണോ? അതോ ഷഹാദത്തിന് വെളിയിൽ ഇസ്ലാം ഉണ്ടോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ഷഹാദത്തിന്, മുഹമ്മദ് റസൂലുള്ളാഹിയുടെ ഷഹാദത്തിന് വെളിയിൽ ഇസ്ലാം ഉണ്ടോ? ബഹുമാനമുള്ളവരെ, രണ്ടാമത്തെ ഷഹാദ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഒന്നാമത്തെ ഈമാന്റെ കാര്യത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രമേ ഉള്ളൂ ഈമാൻ. തുടക്കത്തിൽ ഇസ്ലാമിലേക്ക് വരുമ്പോഴൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒന്നും കൂടി വന്നു. എന്താ വന്നത്? മുഹമ്മദുർ റസൂലും കൂടി വന്നു. എന്തുകൊണ്ടാണ് ഇസ്ലാം കാര്യം പറഞ്ഞിടത്ത് രണ്ട് ഷഹാദത്തായത്? ഈമാൻ കാര്യം പറഞ്ഞിടത്ത് ഒറ്റ കലിമയിലേ ഉള്ളൂ, അൽ ഈമാനു ബില്ലാഹ്. അതോ അൽ ഈമാനു ബില്ലാഹി വറസൂലിഹി എന്ന് പറയുന്നത് അവിടെ ഇല്ല. അൻതുമിന ബില്ലാഹ്, അൻതുമിന ബില്ലാഹി വറസൂലിഹി എന്ന് പറയുന്നില്ല, അൻതുമിന ബില്ലാഹി വമലായികതിഹി എന്ന് പറയുന്നത്. അവിടെ ഒറ്റന്നേ ഉള്ളൂ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രമേ ഉള്ളൂ. ഇസ്ലാമിലേക്ക് വരുമ്പോഴേക്കും കലിമ രണ്ടായി. ഇസ്ലാമിലേക്ക് വരുമ്പോൾ കലിമ രണ്ടായി. എന്തുകൊണ്ടാണ് ഇസ്ലാമിലേക്ക് വന്നപ്പോൾ കലിമ രണ്ടായത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമയെ നിലനിർത്തി കൊണ്ടുപോകാൻ ആവശ്യമായ ഏർപ്പാടാണ് രണ്ടാമത്തെ കലിമയിൽ അല്ലാഹു വെച്ചിരിക്കുന്നത്. അഥവാ മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന കലിമയിൽ അല്ലാഹു തആല വെച്ചിരിക്കുന്നത്. അപ്പൊ ഈമാൻ രക്ഷപ്പെടുത്തുക, മരിക്കുന്നത് വരെ ഈമാൻ സസ്പെൻഡ് ആയി പോകാതെ, ഈമാൻ ഡിസ്മിസ് ആയി പോകാതെ, ഈമാന് ഡാമേജുകൾ സംഭവിച്ചു പോകാതെ, ഈമാൻ കുറഞ്ഞു പോയി നഷ്ടപ്പെട്ടു പോകാതെ, മരിക്കുന്നത് വരെ ചൂടോടെ നിലനിർത്തിക്കൊണ്ടു പോകാനും, മരിക്കാൻ നേരത്തെ ഈമാൻ അള്ളാഹുവിനെ തിരിച്ചേൽപ്പിക്കാനും, ബർസഖിന്റെ ലോകത്തുന്നത് അള്ളാഹുവിന്റെ നിന്ന് തിരിച്ചു വാങ്ങാനും, എന്നിട്ട് ആ അഡ്രസ്സുമായിട്ട് നാളത്തെ യാത്ര സുഗമരാക്കി തീർക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല ഏർപ്പാടാക്കിയ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് സുരക്ഷ അല്ലാഹു തആല ഏതിലും മാത്രമാണ് വെച്ചിരിക്കുന്നത്? മുഹമ്മദുർ റസൂലുള്ളാഹിലും മാത്രമാണ് വെച്ചിരിക്കുന്നത്.
വല്ലാഹി മുഹമ്മദ് റസൂലുള്ളാഹിക്ക് വെളിയിൽ ഈമാനെ രക്ഷപ്പെടുത്താൻ നിങ്ങൾക്ക് ഒരു കൊതുകിന്റെ ചെറുകുളം അംശം കാണുകയില്ല. അതാണ് രണ്ടാമത്തെ ഗൗരവമുള്ള വിഷയം. എന്തുകൊണ്ട് മുസ്ലിം ഉമ്മത്തിന്റെ ഈമാൻ സംരക്ഷിക്കപ്പെടുന്നില്ല? എന്തുകൊണ്ട് ഈമാന്റെ ഗുണം സംഭവിക്കുന്നില്ല? ഈമാന്റെ ഗുണം എന്തുകൊണ്ടാണ്? അസ്ബാബുകൾക്കും അപ്പുറത്ത് ആകാശത്തിന്റെ നടപടിക്രമങ്ങൾ മുസ്ലിം ഉമ്മത്തിന് അനുകൂലമായി വരാത്തത് എന്തുകൊണ്ടാണ്? അള്ളാഹുവിന്റെ സമ്പ്രദായങ്ങൾ, സുന്നത്തുകൾ, ഏർപ്പാടുകൾ, ഇടപെടലുകൾ മുസ്ലിമീങ്ങളെ അപേക്ഷിച്ച് കാഫിരികൾക്കും മറ്റും ആണല്ലോ അനുകൂലമായി വരുന്നത്. അസ്ബാബി താക്കത്ത് ആർക്കാണ് അനുകൂലം? രണ്ട് താക്കത്താണ്. ഒന്ന് ഈമാനി താക്കത്ത്, രണ്ടാമത്തത് അസ്ബാബി താക്കത്ത്. ഈമാന്റെ താക്കത്ത് ആകാശവുമായി ബന്ധപ്പെട്ടതാണ്. അസ്ബാബിന്റെ താക്കത്ത് ദുനിയാവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അസ്ബാബ് അറിയാലോ, മെറ്റീരിയൽ. അസ്ബാബ് പറഞ്ഞ മെറ്റീരിയൽ. മെറ്റീരിയലിൽ ഏറ്റവും ഉയർന്നത് ഏതാ? അധികാരമാണ്. രണ്ടാമത്തത് പണമാണ്. അൽ മാലു വൽ മുൽക്ക്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് രീതിയാണ് ദുനിയാവിൽ നടപ്പിലാക്കുക. ഒന്നിക്കിൽ ഈമാന്റെ താക്കത്തനുസരിച്ച് അള്ളാഹു ഇടപെടുക, അല്ലെങ്കിൽ അസ്ബാബിന്റെ താക്കത്തനുസരിച്ച് ഇടപെടുക. ഈമാന്റെ താക്കത്തനുസരിച്ച് അല്ലെങ്കിൽ പിന്നെ അള്ളാഹ് ഇടപെടുക എന്താ ചോദിച്ചിരിക്കും? അസ്ബാബിന്റെ രണ്ടിന്റെ ഇടയിൽ ശൂന്യത ഒരിക്കലും അള്ളാഹ്ക്ക് ഉണ്ടാവില്ല. ശൂന്യമായ അവസ്ഥ അള്ളാഹ്ക്ക് ഒരിക്കലും ഉണ്ടാവില്ല. അള്ളാഹു എപ്പോഴും അവന്റെ കാര്യത്തിലാണ്. എന്നാണ് സൂറത്തുർ റഹ്മാനിൽ പറഞ്ഞത്, ഹുവ ഫീ ഷൈഇൻ. തുറക്കം എന്താണ്? കുല്ല യൗമിൻ ഹുവ, അങ്ങനത്തെ ആയത്ത്, കുല്ല യൗമിൻ ഹുവ ഫീ ഷൈഇൻ. കുല്ല യൗമിൻ, എല്ലാ ദിവസവും, ഹുവ അല്ലാഹ്, ഫീ ഷൈഇൻ, ഓരോ കാര്യത്തിലായിരിക്കും. എന്നുവെച്ചാൽ ശൂന്യമായി വിശ്രമിച്ച് നിൽക്കുന്ന സമയം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഒന്നിക്കിൽ ഈമാന്റെ താക്കത്ത് അല്ലെങ്കിൽ അസ്ബാബിന്റെ താക്കത്ത്, ഒന്നിക്കിൽ അമാലിന്റെ താക്കത്ത് അല്ലെങ്കിൽ അസ്ബാബിന്റെ താക്കത്ത്. ഇതിന്റെ ഇടയിൽ ഒരു ശൂന്യത ഉണ്ടാവില്ല. ഈമാന്റെ താക്കത്തുകാർ ആ താക്കത്ത് സജീവമാക്കിയാൽ അള്ളാന്റെ നടപടിക്രമങ്ങൾ കംപ്ലീറ്റ് ആർക്ക് അനുകൂലമായിരിക്കും? അവർക്ക് അനുകൂലമായിരിക്കും. ഏതുപോലെ ബഹുമാനപ്പെട്ട നൂഹ് നബിക്ക് അവസ്ഥകൾ അനുകൂലമായതുപോലെ, മൂസ നബിക്ക് അവസ്ഥകൾ അനുകൂലമായതുപോലെ, ഇബ്രാഹിം നബിക്ക് അവസ്ഥകൾ അനുകൂലമായതുപോലെ, തുടക്കത്തിൽ ഇവർക്കെല്ലാം അസ്ബാബായിരുന്നു അനുകൂലം, അല്ലേ? ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ തുടക്കത്തിൽ നമ്രൂദിനല്ല കാര്യങ്ങൾ അനുകൂലം. മനസ്സിലാണല്ലേ പറയുന്നത്? മൂസ അലൈഹി സ്വലാത്തു വസ്സലാം തുടക്കത്തിൽ ഫിറൗനല്ല അവസ്ഥകൾ അനുകൂലം. റസൂലുള്ളാഹി തങ്ങളുടെ തുടക്കത്തിൽ അബൂജഹലിനല്ല അവസ്ഥകൾ അനുകൂലം. അവസാനം ഈ പറയപ്പെടുന്ന ഈമാന്റെ അഹിലുകാർ ഈമാന്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഉടമസ്ഥന്റെ മുമ്പിൽ സമർപ്പിച്ചപ്പോൾ നേരെ തിരിഞ്ഞില്ലേ അള്ളാഹ് നേരെ തിരിഞ്ഞില്ലേ? മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മൂസാ നബിക്ക് അനുകൂലമായി ഫിറൗൻ തകർന്നു, ഇബ്രാഹിം നബിക്ക് അനുകൂലമായി നമ്രൂദ് തകർന്നു, അഷ്റഫുൽ ഖൽഖിന് അനുകൂലമായി അബൂജഹലും പാർട്ടിയും തകർന്നു. ഇതെന്നും നടക്കും, ഇന്നും നടക്കും. നമുക്കിത് പറഞ്ഞാൽ മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്നും നമ്മുടെ ജോലി എന്താ? മുസ്ലിമീങ്ങൾ, മുഹമ്മദി ഉമ്മത്ത് അഥവാ ഉമ്മത്തുൽ ഇജാബ, കലിമ ചൊല്ലിയ മുസ്ലിമീങ്ങൾക്കാണ് ഉമ്മത്തുൽ ഇജാബ എന്ന് പറയുന്നത്. കലിമ ചൊല്ലാൻ ബാക്കിയുള്ള ഉമ്മത്തിന് ഉമ്മത്തു ദഅവ എന്നാ പറയാ. മറ്റുള്ള സമുദായം കലിമ ചൊല്ലിയ മുസ്ലിമീങ്ങൾ അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കാൻ മെനക്കെട്ടാൽ വല്ലാഹി അവസ്ഥകൾ മാറ്റും. അള്ളാഹു ഇനിയും മാറ്റും. അത് അള്ളാന്റെ വഅദയാണ്. എന്താണ് വഅദ? വഅദല്ലാഹു അല്ലദീന ആമനൂ മിൻകും വഅമിലുസ് സ്വാലിഹാത്തി ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർളി കമസ്തഖ്ലഫ അല്ലദീന മിൻ ഖബ്ലിഹിം വലയുമക്കിനന്ന ലഹും ദീനഹും അല്ലദീ ഇർതദാ ലഹും വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംനാ. ഇതിന്റെ വ്യവസ്ഥ എന്താ? യഅ്ബുദൂനനി ലാ യുശ്രികൂന ബി ശൈആ. നമ്മൾ എന്ത് പ്രസംഗിച്ചിട്ട് എന്താ? നമ്മൾ എന്താ പരിപാടി? കോടിക്കണക്കിന് റുപ്യന്റെ ബഡ്ജറ്റല്ലേ പാസ്സാക്കണത് ഓരോ കൊല്ലവും ഇസ്ലാമിനെ രക്ഷപ്പെടുത്താനേ. പാവം ഇസ്ലാം ഇങ്ങനെ കാത്തിട്ടിരിക്കല്ലേ. നമ്മളെല്ലാം വിചാരം അതാണല്ലോ. നമ്മൾ അഞ്ചേരം നിൽക്കിച്ചില്ലെങ്കിൽ അള്ളാന്റെ ഇസ്ലാം എന്താവും? നമ്മളിവിടെ പള്ളി എടുത്തിട്ടില്ലെങ്കിൽ അള്ളാന്റെ ഇസ്ലാം എന്തായേനെ? നാട് വിട്ടേനെ. നമ്മൾ കുറച്ച് ആളുകളുണ്ട് അള്ളാഹ് എന്നെ നിലനിൽക്കുന്നത്. നമ്മളൊക്കെ ഭാവന, നമ്മളെ ധാരണ. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായിട്ട് മുഅ്മിനീങ്ങൾക്ക് കൊടുക്കുന്ന ഉറപ്പാണിത്. ഈമാന്റെ അഹ്ലുകാർ ഈമാന്റെ താക്കത്ത് പ്രകടനം, ഈമാന്റെ താക്കത്ത് പ്രകടിപ്പിക്കൽ എങ്ങനെയാ? അല്ലാഹു തആല കൊടുത്ത ഷഹാദത്ത് പാലിക്കുക. അല്ലാഹു തആല കൊടുത്ത ഷഹാദത്ത് പാലിക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു ഷഹാദത്ത് അല്ലാഹു കൊടുത്തിട്ടുണ്ട്. ആ ഷഹാദത്തെ സത്യസന്ധത പാലിക്കാൻ നാം ബാധ്യസ്ഥരാണ്. അതേപോലെ തന്നെ നാം ഷഹാദത്ത് കൊടുത്തു മുഹമ്മദ് റസൂലുള്ളാഹിക്ക്. എന്തുകൊണ്ടാണ് മുഹമ്മദ് റസൂലുള്ളാഹിക്ക് ഷഹാദത്ത് കൊടുത്തത്? അല്ലാഹു തആല തന്ന ഉറപ്പാണ്. എന്താണ് ഉറപ്പ്? മുഹമ്മദുൻ റസൂലുള്ളാഹ്. എന്താണ് രണ്ടാമത്തെ കലിമ? അല്ലാഹു തആല പറഞ്ഞ എന്താണ്? മുഹമ്മദ് റസൂലാണ്. എന്താണ് തെളിവ്? അല്ലാഹു പറഞ്ഞത് മുഹമ്മദുൻ റസൂലുള്ളാഹ് വല്ലദീന ആമനൂ വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാരി റഹ്മാഉ ബൈനഹും. രണ്ടാമത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്താണ്? നിങ്ങളെ ഈമാൻ സംരക്ഷിക്കാൻ ഞാൻ നിങ്ങളുടെ കയ്യിൽ സാധനം സൂക്ഷിക്കാൻ തന്നിട്ടുണ്ട്. അത് മരിക്കുന്നവരെ നിലനിർത്തിക്കൊണ്ടുപോകാൻ നിങ്ങൾ എന്ത് ചെയ്യണം? വമാ അതാകുമുർ റസൂലു ഫഖുദൂ വമാ നഹാകും അൻഹു ഫന്തഹൂ.
ഞാൻ നിയോഗിച്ചയച്ച റസൂൽ നിങ്ങൾക്ക് എന്താണോ കൊണ്ടുതരുന്നത് അത് പിടിച്ചോളെ, എന്താണോ അവിടെ നിന്ന് വിരോധിക്കുന്നത് അത് ഒഴിവാക്കിക്കോളെ. എങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഈ തന്ന സാധനം രക്ഷപ്പെടുത്താൻ നിങ്ങളെ കൊണ്ട് കഴിയും. ഏറ്റു അല്ലാഹു ഏറ്റു അതാണ് രണ്ടാം ഷഹാദത്ത്. അല്ലാഹു തആല കാര്യം നമ്മളോട് പറയേണ്ട താമസം നമ്മൾ ഏറ്റു. ഞാൻ ഏറ്റുപടച്ചവനെ വഅശ്ഹദു, ഞാൻ സാക്ഷിയാണ്. എന്തിന്റെ? മുഹമ്മദുർ റസൂൽ, അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, മുഹമ്മദ് അല്ലാഹുവിന്റെ റസൂലാ, ഞാനായിരിക്കും അതിന് സാക്ഷി. മുഹമ്മദ് അല്ലാഹുവിന്റെ റസൂലാ, ഞാനാണ് അതിന് സാക്ഷി. എങ്ങനെയാണ് നാം ഈ ഷഹാദത്ത് ബോധ്യപ്പെടുത്തി കൊടുക്കുക അല്ലാഹ്ക്ക്? മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂലാണെന്ന് ഷഹാദത്ത് നാവ് കൊണ്ട് പറഞ്ഞാൽ മാത്രം രക്ഷപ്പെടാൻ പറ്റുമോ? ഇല്ല. ഷഹാദത്ത് തഹ്ഖീഖ് ചെയ്യണം, അല്ലാഹ്ക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം. 4 കാര്യങ്ങളെ കൊണ്ടാണ് രണ്ടാമത്തെ കലിമയിലുള്ള ഷഹാദത്ത് തഹ്ഖീഖ് ചെയ്യേണ്ടത്. അറബി വാക്കുകൾ മനസ്സിലാവുന്നുണ്ടോ? 4 കാര്യങ്ങളെ കൊണ്ടാണ് രണ്ടാമത്തെ ഷഹാദത്ത് തഹ്ഖീഖ് ചെയ്യേണ്ടത്. എന്നുവെച്ചാൽ അല്ലാഹു തആലക്ക് കൊടുത്ത ഉറപ്പ്, ആ ഉറപ്പ് യാഥാർത്ഥ്യമാണെന്ന് അല്ലാഹ്ക്ക് ബോധിപ്പിച്ചു കൊടുക്കണം 4 കാര്യങ്ങളെ കൊണ്ട്. ഒന്ന് അൽ ഇംതിസാലു ബിമാ അമർ, ആ മുഹമ്മദ് എന്ത് കൽപ്പിച്ചാലും ഞാൻ തീർച്ചയായിട്ടും അത് പ്രവർത്തിക്കാൻ തയ്യാറാണ്. എന്തുകൊണ്ട്? ആ മുഹമ്മദ് അള്ളാന്റെ റസൂലാണ് എന്ന് ഞാൻ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. രണ്ടാമത്തെ കാര്യം എന്താ? വൽ ഇജ്തിനാബു അമ്മാ നുഹിയ അൻ, ആ മുഹമ്മദ് എന്ത് വിരോധിച്ചിട്ടുണ്ടോ അത് അപ്പടി ഒഴിവാക്കാൻ ഞാൻ തയ്യാറാണ്. എന്തുകൊണ്ട്? മുഹമ്മദിന്റെ വകയല്ല അത്, മുഹമ്മദ് അള്ളാന്റെ റസൂലാണ്. മൂന്നാമത്തെ കാര്യം ആ മുഹമ്മദ് എന്ത് കഥകൾ പറഞ്ഞതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്ത് കഥകൾ പറഞ്ഞു തന്നാലും എന്ത് സംഭവങ്ങൾ പറഞ്ഞു തന്നാലും അത് 100% ഞാൻ സത്യപ്പെടുത്തും. എന്തുകൊണ്ട്? ആമിന ബീവിന്റെ മോൻ മുഹമ്മദ് അല്ല പറഞ്ഞത്, അബ്ദുല്ലാന്റെ മോൻ മുഹമ്മദ് അല്ല പറഞ്ഞത്, അബ്ദുൽ മുത്തലിബിന്റെ പേരക്കുട്ടി മുഹമ്മദ് അല്ല പറഞ്ഞത്. പിന്നെ പറഞ്ഞത് ആരാ? അള്ളാന്റെ റസൂല് മുഹമ്മദാണ് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ അത് 100% സത്യപ്പെടുത്തും. നാലാമത്തെ കാര്യം വൽ ഇബാദത്തു ബിമാ ശറഅ, ആ മുഹമ്മദ് മുസ്തഫ അവിടുത്തെ റിസാലത്തിന്റെ കയ്യൊപ്പോടെ ശരീഅത്തിൽ ഉൾക്കൊള്ളിച്ച് തന്ന ഇബാദത്ത് കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇബാദത്തായിട്ട് പരിഗണിക്കുകയുള്ളൂ. ആ മുഹമ്മദ് മുസ്തഫ ശരീഅത്ത് റിസാലത്തിന്റെ കയ്യൊപ്പോടെ ശരീഅത്തിൽ ഉൾക്കൊള്ളിച്ച് തന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇബാദത്തായിട്ട് പരിഗണിക്കുകയുള്ളൂ. അതിന്റെ അപ്പുറത്ത് ആരെന്ത് നല്ലതെന്ന് പറഞ്ഞാലും ശരി, എല്ലാവരും കൂടി മുഴുവൻ 100, 1000 ഇമാമ നല്ലതെന്ന് പറഞ്ഞാലും ശരി, എന്റെ മുഹമ്മദ് മുസ്തഫാന്റെ റിസാലത്തിന്റെ കയ്യൊപ്പില്ലെങ്കിൽ ഫഹുവ റദ്ദ്, ഞാനത് തള്ളും. എന്തുകൊണ്ട്? ഞാൻ മുഹമ്മദ് അള്ളാന്റെ റസൂലാണ് എന്ന് മാത്രമേ ഷഹാദത്ത് കൊടുത്തിട്ടുള്ളൂ. ഇന്ന ഷെയ്ഖ് അള്ളാന്റെ റസൂലാണ്, ഇന്ന മൗലാന അള്ളാന്റെ റസൂലാണ്, ഇന്ന ഷെയ്ഖുന അള്ളാന്റെ റസൂലാണ്, ഞാൻ ആർക്കും ഒരു ഉറപ്പും കൊടുത്തിട്ടില്ല. ഞാൻ അള്ളാഹ് കൊടുത്ത ഉറപ്പ് ഒന്നേ ഉള്ളൂ, എന്താണ്? മുഹമ്മദ് അള്ളാന്റെ റസൂലാണ്. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം നല്ലത് കണക്കാക്കിയിട്ട് ചെയ്യണമെങ്കിൽ മുഹമ്മദ് മുസ്തഫാന്റെ കയ്യൊപ്പ് വേണം. ബഹുമാനമുള്ളവരെ, ഈ 2 ഷഹാദത്ത് യാഥാർത്ഥ്യമാക്കി തീർക്കാനുള്ള അഅ്മാലുകളാണ് തുടർന്ന് അങ്ങോട്ട് പറയുന്ന 4 കാര്യങ്ങൾ. പരിശുദ്ധമായ റമദാൻ മാസം വരികയാണ്, റമദാൻ മാസം ആഗതമാകുകയാണ്. മർഹബായ ശഹ്റ റമദാൻ, മുഅ്മിനീങ്ങളുടെ മനസ്സ് നിറച്ചും കുളിർമയാണ്, മുഅ്മിനീങ്ങളുടെ മനസ്സ് നിറച്ചും സന്തോഷമാണ്. പ്രത്യേകിച്ചിട്ട് നമ്മളെ ഈ UAE പോലുള്ള രാജ്യങ്ങളിൽ എവിടെ പോയാലും പത്രം എടുത്ത് നോക്കുമ്പോൾ എല്ലാം റമദാന് സ്വാഗതം, റമദാന് വേണ്ടിയുള്ള വാഹനങ്ങൾ, റമദാന് വേണ്ടിയുള്ള ഇഫ്താറിന് വേണ്ടി പന്തല്, റമദാന് വേണ്ടി വണ്ടി നിർത്താനുള്ള സൗകര്യം, റമദാന് വേണ്ടി വെള്ളത്തിന്റെ സൗകര്യം, റമദാന് വേണ്ടി ഭക്ഷണത്തിന്റെ സൗകര്യം, റമദാന്റെ സമയ ക്രമീകരണം, ഒന്നും പറയണ്ട, സന്തോഷം തന്നെ. മുഅ്മിനീങ്ങളെ സംബന്ധിച്ചുള്ളത് ഭയങ്കര സന്തോഷം. റമദാന്റെ വരവുമായിട്ട് ബന്ധപ്പെട്ട് 10 എടുത്തിട്ട് 2ാമത്തെ പേജ് നോക്കുമ്പോൾ തന്നെ കംപ്ലീറ്റ് റാസീമിൽ അങ്ങനെ റമദാന് വേണ്ടി ഒരുക്കം, വാജിബാൽ ഇങ്ങനെ ഒരുക്കം, എന്തൊരു സന്തോഷമാണ്. അത് തന്നെയാണ് സഹബാക്കളും രീതി. റമദാൻ വരുന്നാൽ പിന്നെ ഒരുക്കം ഉറങ്ങാനും തീർക്കാൻ നേരെയില്ല. ശഅബാൻ മാസം അവസാനമായി കഴിഞ്ഞാൽ പിന്നെ റമദാനെ സ്വാഗതം ചെയ്യാനുള്ള ഒരുക്കമായി, പിന്നെ വൃത്തിയാക്കലായി, മനസ്സ് വൃത്തിയാക്കലായി, തടി വൃത്തിയാക്കലായി, കൽബ് വൃത്തിയാക്കലായി, അമലുകളൊക്കെ ചെൽപ്പെടുത്തലായി, നേരത്തെ കാലത്ത് ഇതുവരെ നിസ്കരിക്കാത്ത നേരത്തെ കാലത്ത് നിസ്കരിക്കൽ തുടങ്ങലായി, സുബിക്ക് എഴുന്നേൽക്കൽ തുടങ്ങി. ഇതുവരെ 10 മണിക്ക് സുബിക്ക് ഇപ്പൊ ഒരു ശഅബാനിൽ 20 ആവുമ്പോഴേക്ക് സുബിക്ക് എണീക്കലായി. റമദാനെ പറ്റിയുള്ള ആലോചനയായി. ഇന്ന് ബാച്ചിലേഴ്സ് താമസിക്കുന്ന റൂമിൽ റമദാന്റെ കാര്യങ്ങളൊക്കെ ചർച്ചയായി. നോമ്പറക്കേണ്ട കാര്യങ്ങൾ, അത്താഴത്തിന്റെ കാര്യങ്ങളോ ഒന്നും പറയണ്ട. സുബ്ഹാൻ, അത് ഈമാന്റെ അടയാളം. അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനങ്ങളുമായി വരുന്ന ദിവസങ്ങൾ, ആ ദിവസത്തെ നാം പരിശുദ്ധമായും തീവ്രമായും കാണുന്നുണ്ടെങ്കിൽ അത് ഈമാനാണ്. അഥവാ മതിപ്പ് തോന്നുന്നില്ലെങ്കിൽ വല്ലാഹി ഫീ ഖുലൂബിഹിം മറദ്, ഹൃദയത്തിന് എന്തോ രോഗമുണ്ട്. പരിശുദ്ധ റമദാന്റെ ആഗമനം മനസ്സിനെ മതിപ്പുണ്ടാക്കുന്നില്ലെങ്കിൽ
ഹൃദയത്തിന് എന്തോ രോഗമുണ്ട്, നിഫാഖിന്റെ രോഗമുണ്ട്. അള്ളാഹു കാക്കട്ടെ, അള്ളാഹു കാക്കട്ടെ. വമൻ യുഅദ്ദിം ശആയിറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. ഖൽബിൽ തഖ്വയുണ്ട് എന്നതിന്റെ അടയാളമാണ് അള്ളാഹു ആദരിച്ച അടയാളങ്ങളെ നമ്മൾ ആദരിക്കുക എന്നുള്ളത്. വമൻ യുഅദ്ദിം ശആയിറല്ലാഹ്, അള്ളാഹുവിന്റെ അടയാളങ്ങളെ ഏതൊരുത്തൻ ആദരിക്കുന്നുവോ അത് ഹൃദയത്തിൽ തഖ്വയുണ്ട് എന്നതിന്റെ അടയാളമാണ്. മിൻ തഖ്വൽ ഖുലൂബ്. റമദാനേക്കാളും വലിയ ശിആർ ഏതാണ്? റമദാനേക്കാൾ അള്ളാഹുവിന്റെ അടയാളം ഏതാണ്? അപ്പൊ ആ പരിശുദ്ധ റമദാൻ വരുമ്പോഴേക്ക് മാനസികമായിട്ട് ഒരുങ്ങുക എന്നുള്ളത് വലിയ തഅലീമാണ്. പിന്നെ ആരോഗ്യപരമായിട്ട് ഒരുങ്ങുക എന്നുള്ളത് വലിയ തഅലീമാണ്. എല്ലാം തത്തിപ്പായി പോയി. അൽഹംദുലില്ലാ, മുഅ്മിനീങ്ങളെ വീട് സജീവമാണ്. എപ്പോഴാണ് നോമ്പ്, എപ്പോഴാണ് മാസം, എപ്പോഴാണ് തുടങ്ങുക, ശനിയാഴ്ച തുടങ്ങുമോ, ഞായറാഴ്ച തുടങ്ങുമോ, എപ്പോഴാണ് തുടങ്ങുക, അതുള്ള ഏർപ്പാട്. ബാപ്പയും ഉമ്മയും തമ്മിൽ ചർച്ചയായി, മക്കൾ തമ്മിൽ ചർച്ചയായി, അങ്ങനെ ലീവ് എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നതിനെ പറ്റിയുള്ള ചർച്ചയായി. ചുരുങ്ങിയ പക്ഷം നമ്മുടെ നാട്ടിലൊക്കെ ആ ഷൈത്താന്റെ വെട്ടി തെക്കോട്ട് തിരിച്ചു വെക്കുന്ന പരിപാടി എങ്ങനെയായി? ഒരു മാസം ഷൈത്താന്റെ വെട്ടി അതിന്റെ പിറകുഭാഗം കാണിച്ചിട്ടായിരിക്കാം. മലയാളത്തിൽ പറഞ്ഞ നിങ്ങൾക്ക് ദേഷ്യം പിടിക്കാൻ വേണ്ടി അത് പറയുന്നില്ല. 2 സാധനങ്ങൾക്കാണ് മുഖത്ത് തുണിയിടുക. മുഖത്ത് തുണിയിടല് 2 സാധനങ്ങൾക്കാണ്. ഒന്ന് മയ്യത്തിന്, അല്ലേ, മയ്യത്തിന്. പിന്നെ ഒന്ന് ടിവിന്റെ മേലെ. ഏതെങ്കിലും ഉസ്താദ്മാർ വരക്ക് വന്നിട്ടുണ്ടല്ലോ അവന്റെ മുഖത്ത് തുണിയിട്ട് വെക്കും. ആരോപിക്കാൻ അങ്ങനെ 2 സാധനത്തിനാണ് മുഖത്ത് തുണിയിടുക. ഒന്ന് മയ്യത്തിന്റെ മേലെ, ഒന്ന് ടിവിന്റെ മേലെ. റമദാൻ മാസമായി കഴിഞ്ഞാൽ എല്ലാ ഏമാന്മാരും ആ മയ്യത്തിൽ തുണിയിട്ടിട്ട് മൂടി വെക്കും. കുറച്ചൊക്കെ ഈമാനുള്ള പിന്നെ പെരുന്നാളായിട്ട് തുറക്കുള്ളൂ. അല്ലാത്തവൻ രാത്രി മക്കളിൽ ഉറങ്ങിയിട്ടാവും. രാത്രി 12 മണിക്ക് തുറക്കും. മക്കളിൽ ഉറങ്ങിയിട്ടാകും, വീടുകളിൽ ഉറങ്ങിയിട്ടാകും. ഇവൻ പോയിട്ട് എല്ലാം തുറക്കും. അത് ഇച്ചിരി പശർമ്മ കുറവുള്ളതുകൊണ്ട്. ചുരുക്കി പറഞ്ഞ റമളാൻ അനുഗ്രഹത്തിന്റെ വരവാണ്. ആ വാക്ക് തന്നെ അനുഗ്രഹീതമാണ്, മനോഹരമാണ്. എന്താണ്? ഷഹാദത്ത് നിലനിർത്തിക്കൊണ്ടു പോകാൻ ആവശ്യമായ ഒരു ഏർപ്പാടാണ് റമളാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ നിലനിർത്തിക്കൊണ്ടു പോകാൻ മുഹമ്മദുർ റസൂലുള്ളാഹിയാണ് നമുക്ക് ആധാരമായി തന്നത്. മുഹമ്മദുർ റസൂലുള്ളാഹിയിലെ മുഖ്യ പ്രമാണമാണ് റമളാൻ. റമളാനിലൂടെ നേടേണ്ടത് എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല റമളാൻ മാസത്തിലെ നോമ്പ് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ആദം നബി ഈ ഭൂമിയിൽ ജീവിക്കാൻ തുടങ്ങിയത് കൊണ്ട് തുടങ്ങിയതാണ്. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബലിക്കും ലഅല്ലക്കും തത്തഖൂൻ. കമാ കുതിബ അലല്ലദീന മിൻ ഖബലിക്കും, നിങ്ങളുടെ പൂർവികന്മാർക്ക് നിർബന്ധമായതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് നിർബന്ധമാണ്. എന്താണ് റമളാൻ മാസത്തിലെ നോമ്പ് നിർബന്ധമാകുന്നതിന്റെ പിറകിലുള്ള ഹിക്മത്ത് എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം ഹവ്വ ദമ്പതിമാരെ സ്വർഗ്ഗത്തിൽ നിന്ന് കൊണ്ടുവന്നാണ് ഭൂമിയിലേക്ക്. അതെ, പരീക്ഷണത്തിന് ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. നിങ്ങളുടെ കൂട്ടത്തിൽ മുഹ്സിനീങ്ങൾ ആരുണ്ടെന്ന് അറിയാനാണ് അല്ലാഹു തആല ജീവിതവും മരണവും തർത്തീബാക്കി തന്നത്. ഈ ഇഹ്സാനുമായി അല്ലാഹു തആല രഹസ്യമായ ബന്ധമുണ്ടാക്കിയത് നോമ്പുമായിട്ടാണ്. നിസ്കാരവും ഇഹ്സാനും തമ്മിൽ പരസ്യമായ ബന്ധമാണ്. ഹജ്ജും ഈമാനും തമ്മിൽ പരസ്യമായ ബന്ധമാണ്. സക്കാത്തും ഈമാനും തമ്മിൽ പരസ്യമായ ബന്ധമാണ്. എന്നാൽ റമളാനും ഈമാനും തമ്മിലുള്ള ബന്ധം രഹസ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഇഹ്സാനെ നിലനിർത്തിക്കൊണ്ട് ഇഹ്സാൻ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഏർപ്പാടാക്കിയ ഒരു രഹസ്യ ഇടപാടാണ് റമളാൻ. അതുകൊണ്ട് റമളാനും മുഅ്മിനീങ്ങളും തമ്മിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്. റമളാൻ മാസത്തെ ആ രീതിയിൽ സ്വീകരിക്കുന്നവർക്ക് മാത്രമേ അത് ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ. മൻ സ്വാമ റമളാന ഈമാനൻ വഇഹ്തിസാബ. നിസ്കാരത്തിന് അങ്ങനെ ഒരു വാക്ക് അല്ലാഹു റസൂൽ ഉപയോഗിച്ചിട്ടില്ല. ഹജ്ജിന് അങ്ങനെ ഒരു വാക്ക് ഉപയോഗിച്ചിട്ടില്ല. സക്കാത്തിന് അങ്ങനെ ഒരു വാക്ക് ഉപയോഗിച്ചിട്ടില്ല. റമളാൻ മാസത്തിന്റെ നോമ്പിന് മാത്രമാണ് അങ്ങനെ ഒരു വാക്ക് ഉപയോഗിച്ചത്. ഈമാനൻ വഇഹ്തിസാബ. ഈമാൻ നേരത്തെ പറഞ്ഞ തസ്ദീഖോടെ, ഇഖ്റാറോടെ, അമലോടെ, ഒരു പ്രൊഫഷണൽ ടച്ചോടെ റമളാനെ കാണുന്നു. അതാണ് ഈമാൻ. സുമാറാകാൻ പാടില്ല. ആണുങ്കാട്ടെ, പറ്റിയൊക്കെ നോക്കാം. ഇല്ല, ഈമാനൻ. അത് ശരിക്കും എന്താണ് മലയാളത്തിൽ അർത്ഥം വെക്കേണ്ടത് എനിക്കറിയില്ല. വേണമെങ്കിൽ മനസ്സിലാക്കാൻ ഇങ്ങനെ നമ്മൾ സാധാരണ നിങ്ങൾ ബിസിനസ് ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഉപയോഗിക്കുന്നില്ല. ഒരു പ്രൊഫഷണൽ ടച്ച്. ഒരു ജോലിക്കാരൻ 2 രീതിയിൽ ജോലി ചെയ്യും. ഒന്ന് ചെയ്തു തീർക്കാൻ, ഒന്ന് ചെയ്യണം എന്ന ഉദ്ദേശത്തോടെ. മുതലാളിനേക്കാൾ ആത്മാർത്ഥ തൊഴിലാളിക്കായിരിക്കും ചില കച്ചവടത്തിൽ, അല്ലേ? മുതലാളി അങ്ങനെ മതിയാണെന്ന് പറയും, പോരാ സാർ എന്ന് പറയുവാൻ. അതെന്തുകൊണ്ടാണ് പറയും? അവന്റെ ജോലിക്ക് ഒരു പ്രൊഫഷണൽ ടച്ച് ഉള്ളതുകൊണ്ടാണ്. ഇതേപോലെ നോക്കണം. ഈ ഈമാൻ എന്ന് പറഞ്ഞത് അതാണ്. നോക്കാണ്ട് പറ്റില്ല ഇപ്പം. ആളെന്താ പറയാ? നോക്കാണ്ട് പറ്റില്ല ഇപ്പം. കൂട്ടുകാരെന്താ പറയാ?
അർത്ഥമില്ല. അന്നൊന്നും അർത്ഥമില്ല. അതാണ് ഹിസാൻ. എനിക്ക് അല്ലാഹു തആല ഓഫർ ചെയ്തത്, എനിക്ക് അല്ലാഹു തആല ഇതിന്റെ കെയർ ഓഫിൽ ഓഫർ ചെയ്തത് എന്താണോ നിർബന്ധമായിട്ട് കിട്ടിയിരിക്കണം. നിർബന്ധ ബുദ്ധിയോടെ ചെയ്യുക. എന്താണ് ഒന്നാമത്തെ ഓഫർ? നിന്റെ ഈമാൻ ഞാൻ സുരക്ഷിതമാക്കി തരാം. ഒന്നാമത്തെ ഓഫർ അതാണ്. റമദാൻ മാസത്തിൽ 4 കാര്യങ്ങൾ നടക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 2 കാര്യങ്ങൾ അല്ലാഹുവിൽ നിന്ന് ഇങ്ങോട്ട് കിട്ടാനുള്ളതാണ്, 2 കാര്യങ്ങൾ നമ്മളിൽ നിന്ന് അല്ലാഹു തആല കിട്ടാനുള്ളതാണ്. 2 കാര്യങ്ങൾ അടിമകളിൽ നിന്ന് അല്ലാഹുക്ക് കിട്ടാനുള്ളതാണ്, 2 കാര്യങ്ങൾ അല്ലാഹുവിൽ നിന്ന് അടിമകൾക്ക് കിട്ടാനുള്ളതാണ്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അടിമകളിൽ നിന്ന് അല്ലാഹുക്ക് കിട്ടാനുള്ളത് എന്താ? ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വൽ ഇസ്തിഗ്ഫാർ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, റമദാൻ മാസത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആഗ്രഹിക്കുന്ന എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് നാം കൊടുത്തിരിക്കുന്ന ഷഹാദത്ത് ഉറപ്പിച്ചു കൊടുക്കലാണ്. കാരണം ഷഹാദത്ത് ഉറപ്പിക്കാത്ത ഒരുത്തരിക്ക് നോമ്പ് നോക്കാൻ കഴിയില്ല. കഴിയോ? ഷഹാദത്ത് ഉറപ്പിക്കാത്ത ഒരുത്തരിക്ക് നോമ്പ് നോക്കാൻ കഴിയില്ല. അല്ലാഹുവിൽ നല്ല വിശ്വാസവും ആ വിശ്വാസത്തിലുള്ള ഷഹാദത്ത് ഞാൻ ഏറ്റു അല്ലാഹുവേ, ഞാൻ തയ്യാറാ. നീ തിന്നണ്ടെന്ന് പറഞ്ഞാൽ തിന്നൂല. ഞാൻ തിന്നോന്ന് പറഞ്ഞാൽ അപ്പം തിന്നിരിക്കും. കുടിക്കണ്ടെന്ന് പറഞ്ഞാൽ അപ്പം നിർത്തിയിരിക്കും. കുടിച്ചോളെന്ന് പറഞ്ഞാൽ അപ്പ കുടിച്ചിരിക്കും. ഏറ്റവും അല്ലാഹുവേ ഞാൻ. എന്തുകൊണ്ട്? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ വേറെ ഒന്നുമില്ല എന്ന് ഷഹാദത്ത് തന്നവനാണ് ഞാൻ. പിന്നെ നീ പറഞ്ഞാൽ ഞാൻ എങ്ങനെ അനുസരിക്കാതിരിക്കും? അതാണ് നോമ്പിന്റെ രഹസ്യം. അതാണ് നോമ്പിലടങ്ങിയിരിക്കുന്ന ഷഹാദത്ത്. സുബ്ഹാനല്ലാഹ് പറഞ്ഞു, റമദാനിൽ അല്ലാഹുവിൽ കൂടുതലായിട്ട് അടിമകളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹയിലുള്ള ഷഹാദത്താണ് എന്ന് പറഞ്ഞു റസൂലുള്ളാഹി തങ്ങൾ. രണ്ടാമത് പ്രതീക്ഷിക്കുന്നത് എന്താ? വൽ ഇസ്തിഗ്ഫാർ, പാപമോചനത്തിന് ചോദിക്കലുമാണ്. ഇസ്തിഗ്ഫാറിനെ സംബന്ധിച്ച് നമ്മൾ എന്താണ് മനസ്സിലാക്കിയത്? ഉമ്മത്ത് മനസ്സിലാക്കിയത്, പാപങ്ങൾ ചെയ്താൽ, തെറ്റുകൾ ചെയ്താൽ അത് പുറത്തു കിട്ടാനുള്ള ഒരു ഏർപ്പാടാണ് ഇസ്തിഗ്ഫാർ എന്നാണ്. വല്ലാഹി അല്ല, ഇസ്തിഗ്ഫാർ എന്ന ജോലിക്ക് അള്ളാഹു ഭൗതികമായ സകല സംവിധാനവുമായിട്ടും ഇസ്തിഗ്ഫാറിനെ ബന്ധിപ്പിച്ചിട്ടുണ്ട്. നൂഹ് നബി പറഞ്ഞു ജനങ്ങളോട്, ഇസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ. നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്തോളിൽ ആകാശത്ത് നിന്ന് മഴ ഇറങ്ങും, നിങ്ങളുടെ സമ്പത്തിന് വർധനമുണ്ടാക്കി തരും, നിങ്ങളുടെ മക്കളെ വർധനമുണ്ടാക്കി തരും. വല്ലാഹി ഇസ്തിഗ്ഫാർ കുറഞ്ഞു പോയതാണ് ഉമ്മത്തിന്റെ ഇടയിലുള്ള സാമ്പത്തികമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരമോ ആയ ബുദ്ധിമുട്ടുകൾക്കോ മ്ലാനതകൾക്കോ മാന്യതകൾക്കോ കാരണം എന്ന് മനസ്സിലാക്കണം. ഇസ്തിഗ്ഫാർ വെറും പാവപ്പുറത്ത് കിട്ടാനുള്ള ദുആ മാത്രമല്ല. അസ്തഗ്ഫിറുല്ലാഹൽ അസീം, ഞാൻ എന്റെ അല്ലാഹുവിന്റെ പൊറുക്കന്നത്തെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണക്കാർ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് പാവപ്പുറത്ത് കിട്ടാൻ ഒരു ദുആ ആണെന്ന. അല്ല സുഹൃത്തുക്കളെ, ആകാശത്തിന്റെ സംവിധാനം ഭൂമിക്ക് അനുകൂലമായി തീരാനുള്ള ഒരു ആയുധമാണ് ഇസ്തിഗ്ഫാർ. ആകാശത്തിന്റെ സംവിധാനം ഭൂമിയിൽ അനുകൂലമായി തീരാനുള്ള ഒരു ആയുധമാണ് ഇസ്തിഗ്ഫാർ. അത് മുഅ്മിനീങ്ങളെ കൊണ്ട് മാത്രമേ കഴിയുള്ളൂ, മുഅ്മിനീങ്ങളല്ലാത്തവരെ കൊണ്ട് കഴിയില്ല ആ ജോലി ചെയ്യാൻ. ആ ജോലി മുഅ്മിനീങ്ങളെ കൊണ്ട് മാത്രം സാധിക്കുന്ന ജോലിയാണ്. അതുകൊണ്ട് തന്നെ ഇസ്തിഗ്ഫാറിനെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒട്ടനവധി കാര്യങ്ങൾ അല്ലാഹു തആല പറഞ്ഞു. എങ്ങനെയാണ് സമൂഹവുമായിട്ട് അല്ലാഹു തആല കരുണ കാണിക്കാതിരിക്കുക? അത്താഴത്തിന്റെ സമയത്ത് എഴുന്നേറ്റിട്ട് അവർ ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത്താഴത്തിന് എല്ലാവരും ഉറങ്ങുമ്പോൾ എഴുന്നേറ്റ് നിന്നിട്ട് അസ്തഗ്ഫിറുല്ലാഹൽ അസീം എന്ന് പറയുക. എന്റെ ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ അടിമകളുടെ അനുഷ്ഠാനങ്ങൾക്ക്, അഅ്മാലുകൾക്ക് അവൻ നൽകുന്ന ആനുകൂല്യങ്ങൾ വ്യത്യസ്ത രീതിയിലാണ്. അല്ലാഹുവിന്റെ അടുക്ക് കണക്ക് പുസ്തകമുണ്ട്, എഴുതി വെക്കുന്ന റെക്കോർഡുണ്ട്, എഴുതി വെക്കാൻ ഉദ്യോഗസ്ഥന്മാരുണ്ട്. എന്താണ് അവർക്ക് പറയാ? കിറാമുൻ കാതിബീൻ, മാന്യന്മാരായ എഴുത്തുകാരുണ്ട്. ആ എഴുത്തുകാരെ കയ്യിൽ അല്ലാഹു തആല ലെഡ്ജർ നൽകിയിട്ടുണ്ട്. ആ ലെഡ്ജറിൽ 5 കോളമാണുള്ളത്. 5 കോളം. അമലുകൾ ചെയ്യുമ്പോൾ മലക്കുകളുടെ ഉത്തരവാദിത്തം എന്താ? അതാത് കോളത്തിൽ അത് രേഖപ്പെടുത്തലാണ്. അമലിന്റെ വണ്ണമല്ല രേഖപ്പെടുത്തുക, ആ അമൽ ചെയ്താൽ അതിന്റെ എണ്ണമാണ് അല്ലാഹു തആല രേഖപ്പെടുത്തുന്നത്. വണ്ണമല്ല രേഖപ്പെടുത്തുന്നത്, എണ്ണമാണ് രേഖപ്പെടുത്തുന്നത്. മൻ ഹമ്മ ബിഹസനത്തിൻ ഫലം യഅമൽഹാ ഫലഹു അജ്റുൻ. ഒരാൾ ഒരു നല്ല കാര്യം ചെയ്യാൻ തീരുമാനിച്ചു, ചെറുതോ വലുതോ ആയ, 1 ഉറുപ്പ്യക്ക് കൊള്ളാവുന്ന കാര്യം 1 കോടി ഉറുപ്പ്യക്ക് വരുന്ന തിരക്കുള്ള ഒരു നല്ല കാര്യം ചെയ്യാൻ ഒരാൾ തീരുമാനിച്ചു. ഇൻഷാ അല്ലാഹ് നാട്ടിൽ പോയിട്ട് ഇക്കലത്തെ റമദാനിലെ നാട്ടിൽ പോയിട്ട് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം ഇൻഷാ അല്ലാഹ് തീരുമാനിച്ചിട്ടാണ് ടിക്കറ്റ് എടുത്തത്. പക്ഷെ ഫലം യഅമൽഹാ, ആ സമയം വന്നപ്പം ചെയ്യാൻ കഴിഞ്ഞില്ല.
ആ സമയം വന്നപ്പോ ചെയ്യാൻ കഴിഞ്ഞില്ല. അള്ളാഹു ഉദ്യോഗസ്ഥന്മാരോട് പറയും, ആ ആദ്യത്തെ കോളത്തിൽ അത് എഴുതിക്കോളെ, ഒരു പ്രാവശ്യം ചെയ്തതായിട്ട് എഴുതിക്കോളെ. കിട്ടിയില്ലേ? ഒരു പ്രാവശ്യം ചെയ്തതായിട്ട് എഴുതിക്കോളാൻ. ഫലഹു അജ്ർ. അല്ലാഹു അക്ബർ. മൻ ഹമ്മ ബിഹസന, ഒരു നന്മ ചെയ്യാൻ ഒരാൾ തീരുമാനിച്ചു, ഫലം യഅമല, സമയത്തെപ്പോൾ ചെയ്യാൻ കഴിഞ്ഞില്ല, ഫലഹു അജ്ർ. അപ്പൊ ഒന്നിനൊന്ന് കിട്ടുന്ന കോളം പൂർത്തിയായി. അപ്പൊ ഒന്നിനൊന്ന് ആയിരിക്കുള്ളതാണ്. ചെയ്യാൻ തീരുമാനിച്ചു. എന്തിനാ സുഹൃത്തുക്കളെ നിയ്യത്ത് കുറക്കുന്നത്? ഈ ഉമ്മത്തിന്റെ ഏറ്റവും വലിയ ലുബ്ധതരം നിയ്യത്ത് കുറക്കുക എന്നതാണ്. എന്നെ കൊണ്ട് അത്രേ പറ്റുള്ളൂ. 10 രൂപ ഇരിക്കോ, എന്റെ അടുത്ത് ഉണ്ടെങ്കിൽ ഞാൻ 1 ലക്ഷം തരട്ടായിരുന്നോളാം, ഇപ്പൊ 1000 ഉള്ളൂ. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കഴിയില്ല? അല്ലെങ്കിൽ ഒരു വിഷയം വന്നു, പത്രത്തിലൊരു വിഷയം കേട്ടു, അല്ലെങ്കിൽ ഒരു രോഗികളെ പറ്റി, അല്ലെങ്കിൽ ഒരു വിഷമിക്കുന്നതിനെ പറ്റി, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവം മനസ്സിൽ, ഇൻഷാ അല്ലാഹ് എനിക്കൊരു പൈസ കിട്ടിയാൽ അവനൊന്ന് സഹായിക്കണം. കരാറാലോചിക്കാണ് അള്ളാഹുമായിട്ട് പത്രത്തിൽ വായിക്കാം. ആ പൈസ കിട്ടിയെങ്കിൽ ഇവനിക്ക് കൊടുക്കാമായിരുന്നല്ലോ ഈ കിഡ്നി രോഗിക്ക്, നോക്കട്ടെ ഇൻഷാ അല്ലാഹ്. പൈസ കിട്ടിയതുമില്ല, കൊടുത്തതുമില്ല. പക്ഷെ ആഖിറത്തിലെത്തിയാൽ ഒരു പ്രാവശ്യം കൊടുത്തതായി വല്ലാഹി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഒന്നാമത്തെ കോളത്തിൽ. രണ്ടാമത്തെ കോളം 10ന്റെ കോളമാണ്. മൻ ജാഅ ബിൽ ഹസനതി ഫലഹു അശ്റു അംസാലിഹാ മൻ ഹമ്മ ബിഹസന വഅമില ബിഹാ ഫലഹു അശ്റു. ഒരാൾ നല്ല കാര്യം ചെയ്യാൻ തീരുമാനിച്ചു, സമയത്തിയപ്പോൾ അത് ചെയ്തു, അത് 10ന്റെ കോളത്തിലാണ്. 10ൽ കുറഞ്ഞ കോളം ഉണ്ടാക്കിയില്ല ഈ വിഷയത്തിൽ. അധ്വാനിച്ചവർക്ക് കൂലിയെടുക്കുന്ന കാര്യത്തിൽ അള്ളാഹുക്ക് 10ൽ കുറഞ്ഞ കോളമില്ല. 10ൽ കുറഞ്ഞ കോളം ആർക്കേ ഉള്ളൂ? ചെയ്യാൻ തീരുമാനിച്ചിട്ട് ചെയ്യാത്താക്ക് മാത്രമേ ഉള്ളൂ. മിനിമം 10ന്റെ കോളം. ഖുർആൻ തെളിവെന്നാൽ മൻ ജാഅ ബിൽ ഹസന ഫലഹു അശ്റു അംസാലിഹാ. മൂന്നാമത്തെ കോളം 70ന്റെ കോളമാണ്. മൂന്നാമത്തെ കോളം 70ന്റെ കോളമാണ്. മൻ അദ്ദാ ഫീഹി ഫരീദത്തൻ കാന കമൻ അദ്ദാ 70 ഫരീദത്തൻ ഫീമാ സിവാ. ഒരു ഹദീസ്. റമദാൻ മാസത്തിൽ ഒരു ഫർദ് നിർവഹിച്ചാൽ റമദാൻ അല്ലാത്ത മാസത്തിൽ 70 ഫർദ് നിർവഹിച്ചതിന് തുല്യമാണ്. ഹദീസ് ചില്ലറ അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 70ന്റെ കോളമാണ്. നാലാമത്തെ കോളം 700ന്റെ കോളമാണ്. നാലാമത്തെ കോളം 700ന്റെ കോളം. 1 വിട്ടാ 10, 10 വിട്ടാ 70, പിന്നെ 700, പിന്നെ 1000, 2000 അങ്ങനെ ഒന്നും പരിപാടിയില്ല. 700. എന്താ തെളിവ് 700? മസലുല്ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹി കമസലി ഹബ്ബ അംബതത് സബ്അ സനാബില ഫീ കുല്ലി സുംബുലത്തിൻ മിഅതു ഹബ്ബ. എത്ര മനോഹരമാണ് അല്ലാഹു പറഞ്ഞ ഉദാഹരണം. എന്ത് രസമായിട്ട് അല്ലാഹു അടിമകൾക്ക് കാര്യം പറഞ്ഞു തരുന്നത്. മസലുല്ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ സമ്പത്ത് ചെലവഴിക്കുന്നവൻ. അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ സമ്പത്ത് ചെലവഴിക്കുന്നവൻ അവൻ ആരെ പോലെയാണ്? മസലി ഹബ്ബ, അതൊരു വിത്ത് പോലെയാണ്. ആ വിത്ത് മണ്ണിൽ നട്ടു, അമ്പത്തത്ത് അത് മുളച്ചു, എന്നിട്ട് അത് കൊലച്ചു. സബ്അ സനാബില, 7 കൊലകൾ ഉണ്ടായി. ആരാ പറയുന്നത്? അല്ലാഹ് പറഞ്ഞുതരാം. നമുക്ക് ഒരു ഉറുപ്പ ചെലവാക്കിയാൽ അതിന് കിട്ടുന്ന വരുമാനം, ഒരു ദിർഹം ചെലവാക്കിയാൽ അതിന് കിട്ടുന്ന വരുമാനം അല്ലാഹ് പറഞ്ഞുതരാം കണക്ക്. അതിങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് എങ്ങനെ പോയി കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഒരു എത്തുപിടിയും കിട്ടൂല. സഹബാക്കളെ ജോലി അതാ. സഹബാക്കളെ ജോലി, നമ്മുടെ ജോലി എന്താ? ഒരു ദിർഹമിന് 16.50 17 എപ്പം പത്രം നോക്കൂ. UAE ദിർഹം 62.25. ആ പുസ്തകം നോക്കലുണ്ടല്ലേ എന്ന് എനിക്ക് നിങ്ങൾ ചോദിക്കാമോ? അല്ലാഹു അക്ബർ. ഞാൻ കച്ചവടക്കാരനൊന്നല്ലോ, എനിക്ക് എന്ത് കാര്യം? കൂടിയാലെന്താ കുറഞ്ഞാലെന്താ? സഹാബാക്കൾ എങ്ങനെയാണ് കൂട്ടാന്നറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം പറഞ്ഞു, രാവിലെ സുബ്ഹി നിസ്കരിച്ച് സൂര്യൻ ഉദിക്കുന്നത് വരെ ഖിബിലാന്റെ നേരെ തിരിഞ്ഞു വെറുതെ ഇരുന്നാൽ, ഒന്നും ചൊല്ലണ്ട, വെറുതെ ഇരുന്നാൽ മതി. ഉദിക്കുന്നവരെ, സൂര്യൻ ഉദിക്കുന്നവരെ. ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കുടുംബത്തിൽ നിന്ന് 4 അടിമകളെ മോചിപ്പിച്ച പ്രതിഫലം കിട്ടുമെന്ന് പറഞ്ഞു. വെറുതെ ഇരുന്നാൽ മതി. മിൻ വുൽദി ഇസ്മായിൽ. സഹാബാക്കൾ അന്തരം കണക്കൂട്ടി എന്താ അറിയോ? ആ സീസണിൽ ഒരടിമക്ക് 40,000 ദിർഹമാണ് വില അന്ന്. അപ്പൊ 4 16 1,60,60,000 ദിർഹമിന്റെ പ്രതിഫലമായി.
ഒരു 10 ദിവസമാകുമ്പോൾ ഇത്ര ലക്ഷം. ഏതാണ്ട് ഒരു കൊല്ലെങ്കിലും ചുരുങ്ങിയത് പ്രവർത്തിക്കാൻ മെനക്കെട്ടാൽ നാളെ ആഖിറത്തിൽ കറൻസി. ഒരു കാര്യം ഞാൻ എനിക്ക് പറഞ്ഞുതരാം. ആഖിറത്തിലെത്തുമ്പോഴേക്ക് കറൻസി തയ്യാറാക്കി വെച്ചോളണം. നിങ്ങളുടെ കയ്യിൽ ഇപ്പോ 1,00,000 ദിർഹമുണ്ട്. കോഴിക്കോട്ട് പോയി അതിനൊരു പെട്ടിക്കടയിൽ ചായ കുടിക്കാൻ കയറി. ഒരു ചായ കുടിച്ചിട്ട് അവന് 100 ദിർഹം എടുത്ത് കൊടുത്തു. അവൻ പറയാ, പോയി ജോലി നോക്കടാ, പൈസ വെക്കടാ, ഉറുപ്പ്യ വെക്ക്, ഇന്ത്യൻ ഉറുപ്പ്യ വെക്ക്. ഇപ്പൊ വെച്ചിട്ട് എന്താ കാര്യം? ഓരോ നാട്ടിൽ പോകുമ്പോ ആ നാട്ടിൽ വെച്ച കറൻസി അറിയാനൊക്കെ വെച്ചോളണം. എങ്കിൽ നാളെ ആഖിറത്തിൽ ഷോപ്പിംഗ് ഉണ്ട് സ്വർഗത്തിൽ. ഇന്ന അസ്ഹാബൽ ജന്നത്തിൽ യൗമ ഫീ ശുഗ്ലിൻ ഫാകിഹൂൻ ഹും വഅസ്വാജുഹും അലൽ അറായികി മുത്തഖിഊൻ ലഹും ഫീഹാ ഫാകിഹത്തുൻ വലഹും ഫീഹാ മാ യദ്ദഊൻ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. അല്ലാഹു അക്ബർ. ഇന്ന അസ്ഹാബൽ ജന്ന, സ്വർഗ്ഗവാസികൾ, ഫീ ശുഗ്ലിൻ ഫാകിഹൂൻ, അത്യാനന്ദകരമായ ജോലിയിലായിരിക്കും. ഫീ ശുഗ്ലിൻ ഫാകിഹൂൻ, അത്യാനന്ദകരമായ ജോലിയിലായിരിക്കും. ഹും, അവരും, വഅസ്വാജുഹും, അവരുടെ ഇണകളും. ഭാര്യയാണെങ്കിൽ ഭർത്താവ്, ഭർത്താവാണെങ്കിൽ ഭാര്യ. ഹും വഅസ്വാജുഹും അലൽ അറായികി മുത്തഖിഊൻ. അത് ഇവിടുത്തെ 100-ാം നമ്പർ കോർണിച്ചോരെന്നായിരിക്കൂല. ഇവിടുത്തെ കോർണിച്ചോരെന്നായിരിക്കൂല, ദുനിയാവിലെ കോർണിച്ചോറായിരിക്കൂല കോർണിച്ച്. അവിടെ എത്തിയ ഉയർന്ന തരം സോഫകളിൽ അഭിമുഖമായി ഇരുന്നിട്ട് അവർ ആടുന്നതാണെന്ന് പറഞ്ഞു സൂറത്ത് യാസീൻ. ഹും വഅസ്വാജുഹും അലൽ അറായികി, അറായിക് എന്ന് പറഞ്ഞാൽ കട്ടിലുകൾ, സോഫകൾ. മുത്തഖിഊൻ, മുഖാമുഖം നോക്കിയിട്ട് ഇരിക്കുന്നതിനാ മുത്തഖി എന്ന് പറയാം. ചാർന്നിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട്, എന്നിട്ട് ആടും. ഈ സമയത്ത് ഭാര്യമാരെയും മക്കളെയും കൂട്ടിയിട്ട് ഒരു ഷോപ്പിംഗ് ഉണ്ട് സ്വർഗത്തില്. ഇവിടുത്തെ ഷോപ്പിംഗ് സംതിങ് എന്തെങ്കിലും നേടാനാണ്, നിങ്ങൾക്ക് നാട്ടിൽ കൊണ്ടുപോയിട്ട് വിൽക്കാൻ, അല്ലെ, അല്ലെങ്കിൽ അതിന് കൊടുക്കാൻ. സ്വർഗത്തിലെ ഷോപ്പിംഗ് ആനന്ദത്തിന് വേണ്ടിയുള്ളതാണ്. ഫീ ശുഗ്ലിൻ ഫാകിഹൂൻ. ആ ഷോപ്പിങ്ങിന് ഭാര്യ മക്കളെയും കൂട്ടിയിട്ട് ഇങ്ങനെ സ്വർഗത്തിന്റെ താഴ്വരകളിലൂടെ നടക്കുമ്പോൾ വലിയ വലിയ മുത്തിന്റെയും മാണിക്യത്തിന്റെയും കോമേതകത്തിന്റെയും കൽക്കരടിന്റെയും ഒക്കെ മാല വിൽക്കുന്ന ഷോപ്പാണ്. അന്നേരം ഭാര്യ പറയും ഭർത്താവ് എനിക്കൊരു മാല വേണം. ശരി, വാങ്ങിക്കോ. ലഹും ലക്കും ലക്കും ഫീഹാ മാ തസ്തഹി അൻഫുസുകും വലക്കും ഫീഹാ മാ തദ്ഊൻ. ലക്കും ഫീഹാ മാ തസ്തഹി അൻഫുസുകും, നിങ്ങളുടെ ശരീരം, നിങ്ങളുടെ ആത്മാവ് ആശിക്കുന്നത് എന്തോ അത് നിങ്ങൾക്ക് സ്വർഗത്തിൽ കിട്ടും. തസ്തഹി, എന്താണോ ശഹ്വത്ത് അത് കിട്ടും. വലക്കും ഫീഹാ മാ തദ്ഊൻ, ആവശ്യപ്പെടുന്നതും കിട്ടും. പറഞ്ഞ വിഷയം അതാണ്. നിങ്ങൾക്ക് എന്താണോ ആശ, അതുകൊണ്ട് സ്വർഗത്തിൽ. എന്താണ് ആവശ്യപ്പെടുന്നത്, അതുകൊണ്ട്. തസ്തഹി അൻഫുസക്കും, ആഗ്രഹിക്കുന്നത്. തദ്ഊൻ, ആവശ്യപ്പെടുന്നത്. എന്തുണ്ട്? അപ്പൊ ഈ രീതിയിൽ ഇങ്ങനെ ഭാര്യ മക്കൾ ആവശ്യപ്പെടുന്ന ഒരു വസ്തു, അല്ലെങ്കിൽ സ്വന്തം ആവശ്യമുള്ളൊരു വസ്തു, കച്ചവടക്കാരും ഉണ്ടാവും, എല്ലാം ഉണ്ടാവും സ്വർഗത്തിൽ. കംപ്ലീറ്റ് എല്ലാം. പറഞ്ഞല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതൊക്കെ നിങ്ങൾക്ക്, അവർക്ക് ഈ ദുനിയാവിൽ നിങ്ങൾക്കൊക്കെ സ്വർഗത്തിലുമാണെന്ന്. അല്ലെ, നാണയങ്ങളെ സംബന്ധിച്ച് പറഞ്ഞ അങ്ങനെയല്ലേ? സ്വർണ്ണ നാണയത്തെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ അങ്ങനെയല്ലേ? നിങ്ങൾക്ക് നാളെ ഉപയോഗിക്കാനുള്ളതാണ് ഇത്, ഇവിടെ ഉപയോഗിച്ചിട്ട് സമയം കളയണ്ട. അപ്പൊ കച്ചവടക്കാരൻ പറയുമായിരിക്കും, മാലക്ക് ഇങ്ങനെ വില ചോദിച്ചാ പെണ്ണുങ്ങൾ. ഇവിടുന്ന് ആണുങ്ങൾ വാങ്ങിക്കൊടുക്കുന്ന തൃപ്തിപ്പെട്ടാൽ പെണ്ണുങ്ങൾ. നാളെ പെണ്ണുങ്ങൾ പറയുന്നത് എന്താണ് അത് വാങ്ങിക്കൊടുക്കേണ്ടി വരും. ഇവിടുന്ന് ആണുങ്ങളെ ഭരിച്ചിട്ട് അത് വാങ്ങിയേ പറ്റുമോ എന്നിട്ട് തൊലച്ചവർക്കൊന്നും പിന്നെ ആ ചാൻസ് നാളെ ഇല്ല. ഇങ്ങനെ അങ്ങനെയുണ്ടല്ലേ, ആണുങ്ങളെ തൊലക്കുന്നവരുണ്ട്. ചിലതങ്ങനല്ല, അച്ചടക്കത്തിൽ എന്താ പറ്റിയത് അതൊക്കെ കുറഞ്ഞതുകൊണ്ട് 4 കൂട്ടം പെണ്ണുങ്ങൾ സ്വർഗത്തിലാണ്. 4 കൂട്ടം പെണ്ണുങ്ങൾ സ്വർഗത്തിലാണ്. അതിൽ 1-ാമത്തെ പെണ്ണാരെന്നറിയോ? ദാത്തു ഹയാ, ലജ്ജയുള്ള പെണ്ണ്. ലജ്ജയുള്ള പെണ്ണ്. പിന്നെ ഇംറഅത്തൻ അഫീഫ, സജ്ജനത്വമുള്ള പെണ്ണ്. ഏത് വിഷയത്തിലും അവൾ നിയമത്തെക്കാൾ കൂടുതൽ സജ്ജനത്വത്തിന് പ്രാമുഖ്യം കൊടുക്കും, അഫാഫത്തിന് പ്രാമുഖ്യം കൊടുക്കും. നിയമപ്രകാരം ഒരു അവകാശമുണ്ട്, പക്ഷെ അന്തസ്തനുസരിച്ച് മറ്റൊന്നാണെങ്കിൽ ആ അന്തസ്തിനെ കീപ്പ് ചെയ്യും. 3-ാമത്തത് ഖാനിഅത്തൻ ബിൽയസീരി മഅ സൗജിഹാ, ഭർത്താവോടൊപ്പം ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുന്ന പെണ്ണ് സ്വർഗത്തിലാണ്. 4-ാമത്തെ പെണ്ണ് ഇംറഅത്തുൻ മാത്തത്ത് സൗജുഹാ വലഹാ ഔലാദുൻ സിഗാറുൻ വലം തതസവ്വജ് ഖശിയത അൻ യബീഉ. ഒരു പെണ്ണ്
ആ പെണ്ണിന്റെ ഭർത്താവ് മരിച്ചു, കുറെ മക്കളുണ്ട്. വലം തതസവ്വജ്, വേറെ വിവാഹം കഴിച്ചില്ല ആ പെണ്ണ്. ഖശ്യത അൻ യളിഉ, ആ മക്കൾ പാഴായി പോകുമെന്ന് പേടിച്ചിട്ട്. വേറെ കല്യാണം കഴിച്ച മിക്കവാറും ഈ പിള്ളേരെ ഉത്തരവാദിത്വം വേറെ ആരെങ്കിലും കൈയായിരിക്കും. ആ മക്കൾ ചീത്തയായി പോവുകയോ പാഴായി പോവുകയോ ചെയ്യണ്ട, ഞാൻ ഇനി ഇങ്ങനെ ജീവിച്ചോളാം, എനിക്ക് നാളെ ആഖിറത്തിലുള്ള സുഖം മതി, എന്റെ മക്കൾ നന്നായിട്ട് വളരട്ടെ എന്ന് ആഗ്രഹിച്ചിട്ട് സബൂർ ചെയ്ത് ജീവിക്കുന്ന പെണ്ണ് സ്വർഗത്തിലാണെന്ന് പറഞ്ഞു. അപ്പൊ ആ രീതിയിൽ നാളെ ആഖിറത്തെത്തി സ്വർഗത്തിലെത്തിയിട്ട് ആവശ്യപ്പെടുമ്പോൾ ആ കച്ചവടക്കാരൻ മാലക്ക് വില പറയും. എന്താ പറയാ, 1,00,000 ഇന്ത്യൻ റുപ്യ അല്ല, 1,00,000 ദിർഹം അല്ല, ആ മാലക്ക് വില 1,00,000 സുബ്ഹാനല്ലാഹ് കൊടുന്നു. അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുക ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹർ, ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹർ. ലൈലത്തുൽ ഖദ്ർ 1000 രാത്രികളേക്കാൾ ശ്രേഷ്ഠമാണ്. 1000 രാത്രികൾ 84 കൊല്ലവും 4 മാസവും ഉണ്ടാവും. 1000 മാസം, 1000 മാസം അൽഫി ഷഹർ 84 വർഷവും 4 മാസവും ഉണ്ടാവും. 1000 മാസം എങ്കിൽ ഒരു 10 ലൈലത്തുൽ ഖദ്റൊക്കെ കുടുങ്ങിയാൽ മിക്കവാറും കുറെ ഷോപ്പിങ്ങിന്റെ വക അന്ന് നോക്കും അല്ലേ. ആ ലൈലത്തുൽ ഖദ്റിന്റെ ദിവസം ഒരു സുബ്ഹാനല്ലാഹ് ഒരാൾ ചൊല്ലിയാൽ 84 വർഷം ഒന്നിച്ചിരുന്ന് ചൊല്ലിയ സുബ്ഹാനല്ലാഹ് എത്രയുണ്ടാവോ അത്രയുണ്ടാവും. എത്രയുണ്ടാവും ആർക്കാണ് കൂട്ടാൻ പറ്റുക? അതിനാണ് ഈ ഉമ്മത്തിന് ലൈലത്തുൽ ഖദ്ർ പറഞ്ഞത്. വേറെ ആർക്കും ലൈലത്തുൽ ഖദ്ർ ഇല്ല. പൂർവികമായ സമുദായത്തിനൊന്നും ഈ ലൈലത്തുൽ ഖദ്റിന്റെ ശ്രേഷ്ഠതയില്ല. മുഹമ്മദ് ഉമ്മത്തിന് മാത്രമേ ലൈലത്തുൽ ഖദ്ർ ശ്രേഷ്ഠതയുള്ളൂ. അന്ന് മനസ്സിലാകും ഈ എണ്ണത്തിന്റെ വില. ഈ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ എണ്ണത്തിന്റെ വില ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇപ്പം ബുദ്ധി കൊണ്ട് അളന്നാൽ എന്ത് വിരാന്തര. 1 ചൊല്ലിയ 10,000, 1 ചൊല്ലിയ 70,000. എന്തായത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് അഖ്ല റസൂലുള്ളാഹ് അല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് സയൻസ് റസൂലുള്ളാഹിക്ക് മനസ്സിലാവില്ല. ഇതായിരിക്കും മനസ്സിലാവുള്ളൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹിക്ക് മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ. ഫസൗഫ തറാ ഇദൻ കശഫൽ ഗുബാറു അഫറസുൻ തഹ്ത രിജ്ലിക അം ഹിമാറു. പൊടിപടലങ്ങൾ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും കാൽച്ചവിട്ടിൽ കഴുതകളാണോ അതോ കുതിരകളാണോ എന്ന്. എത്തേണ്ട സ്ഥലത്ത് എത്തുമ്പോൾ അറിയാം ഈ പറഞ്ഞതിന്റെയൊക്കെ വില എന്താണ്. അതിനൊന്നും അറിയാൻ ചാൻസ്. ഇവിടെയാണ് എന്റെ ബഹുമാനമുള്ള സുഹൃത്തുക്കളെ എണ്ണത്തെ സംബന്ധിച്ച് നാം ഗൗരവമായി പരിഗണിക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലും അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലും റസൂലുള്ളാഹി തങ്ങളുടെ വചനങ്ങളിലും അമലുകളുടെ പെരുപ്പത്തെ പറ്റി എണ്ണത്തെ പറ്റിയും പല നാം വളരെ ഗൗരവത്തിൽ കാണണം. നിസ്സാരമായി കാണരുത്. വെറുതെ ഒരു പറച്ചിലായിട്ട് കാണരുത്, ഒരു ആത്മീയ പ്രചോദനമായിട്ട് കാണരുത്. പറയുന്ന ആരാണ്? ഒന്ന് അല്ലാഹുവാണ്, പിന്നെ രണ്ടാമതാര് ആ അല്ലാഹുവിന്റെ റസൂലാണ്. ഇവർക്ക് രണ്ടാമത്തെ നാം ഷഹാദത്ത് കൊടുത്തവരാണ്. എന്നിട്ടും നാം സംശയാലുക്കളായാൽ നമ്മുടെ ഷഹാദത്ത് ബാത്തിലായി. എന്നതിന്റെ അർത്ഥം ഷഹാദത്ത് ബാത്തിലായാൽ ഇബാദത്ത് ബാത്തിലായി, ഇബാദത്ത് ബാത്തിലായാൽ ഈമാൻ ബാത്തിലായി, ഈമാൻ ബാത്തിലായാൽ ഫഹുവ ഖാലിദുൻ ഫിന്നാർ, നരകത്തിൽ കാലാകാലമായി. നാലാമത്തെ കോളത്തിൽ ഈ രീതിയിൽ 700 വരുമെന്ന് പറഞ്ഞു അല്ലാഹു സുബ്ഹാനഹു വ തആല. അത് 4ാമത്തെ കോളത്തിലാണ് 700ന്റെ കോളം. ഒരു ദിർഹം ചെലവഴിച്ചാൽ അത് ഏത് കോളത്തിൽ അല്ലാഹു തആല എഴുതിപ്പിക്കുക? 700ന്റെ കോളത്തിൽ. ഖുർആനാണ്. ഫി കുല്ലി സുംബുല, ഓരോ കതിരിലും 100 ഹബ്ബ, 100 വീതം മണികൾ. അപ്പൊ 7 കൊല, ഒരു കൊലയിൽ 100 മണി. അപ്പൊ എത്ര കണക്ക് കൊടുപ്പിക്കുകയാണ് അല്ലാഹു തആല. എത്ര കണക്ക് കറക്റ്റാണ്. അല്ലാഹു പറഞ്ഞത് വളരെ കറക്റ്റാണ്. ഖദ് ജഅലല്ലാഹു ലികുല്ലി ഷൈഇൻ ഖദറ. അല്ലാഹുക്കൊന്നും സുമാറില്ല, എല്ലാം കൃത്യമായ കണക്കനുസരിച്ച് അല്ലാഹു തആല കാര്യങ്ങൾ ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ അല്ലാഹു നമുക്ക് പറഞ്ഞു തരുന്ന കണക്ക് ബോധ്യമോടെ, ഉത്തരവാദിത്വത്തോടെ, ഈമാനോടെ, ഇഹ്തിസാബോടെ നാം പരിഗണിക്കണം. അപ്പൊ 4ാമത്തെ കോളായി. ഇനി 5ാമത്തെ കോളം. 5ാമത്തെ കോളം എന്താണ് അതിൽ എഴുതുക? അല്ലാഹു തആല മലക്കളോട് പറയും, അതവിടെ ബ്ലാങ്ക് ആക്കി വിട്ടേക്ക്. ആ കോളം നിങ്ങൾക്കുള്ളതല്ല, അത് എനിക്കുള്ളതാണ്. അത് ഞാൻ പൂരിപ്പിച്ചു. അതിൽ ഉദ്യോഗസ്ഥന്മാരെ അല്ലാഹു പരിഗണിക്കുന്നില്ല. ഉദ്യോഗസ്ഥന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ കണക്കെടുക്കൂല. അവരോട് അവരെ ആ കോളം ഉപയോഗിക്കാൻ അവർ സമ്മതിക്കൂല. അങ്ങനെ ഉണ്ടാവില്ലേ? ചിലത് ഓഫീസർമാർ മാത്രം ഉപയോഗിക്കണ്ടേ, ഫോർ ഓഫീസ് ഡ്യൂട്ടി നോട്ട് എഴുതിയിരുന്നില്ല. അതെ മതി. അള്ളാഹ്ക്ക് മാത്രം ഉള്ളത്. എന്തൊരു കണക്കാണ്! 1-1, 1-10, 1-70, 1-700. പിന്നെ ഉള്ളത് ബ്ലാങ്ക് ആയിട്ട് കിടക്കും. ഏതാണ് ആ ബ്ലാങ്ക്? എന്താണ് അവിടെ? റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അസ്സൗമു ലീ വ അന അജ്സി ബിഹി. അത് നോമ്പുകാർക്കുള്ളതാണ്, അവർക്കുള്ളത് ഞാൻ കൊടുത്തോളാം, അത് നിങ്ങൾ അറിയണ്ടെന്നാണ്. പോരെ സുഹൃത്ത്, എന്താ
എന്താ ഈ കാര്യത്തിൽ പിന്നെ വേറെ? മർഹബായ ഷഹ്റു റമളാൻ, റമളാന് സ്വാഗതം. ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ ഇറങ്ങിയ മാസം. അതേപോലെ തന്നെ റമളാൻ നോമ്പ് നിർബന്ധമാക്കപ്പെട്ട മാസം. അതേപോലെ തന്നെ ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ഈ രണ്ട് കലിമയിൽ മുഹമ്മദ് മുസ്തഫ തങ്ങളെയും എണ്ണപ്പെട്ട ആദ്യത്തെ ബാച്ച് വിദ്യാർത്ഥികളായ ആദ്യത്തെ സമൂഹമായ സഹാബാക്കളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷ നടത്തി 100 മാർക്കോടെ അവർ വിജയിച്ച മാസം റമളാൻ. ബദർ നടന്നത് എപ്പോഴാണ്? റമളാൻ മാസം. ഒരുപാട് കാര്യങ്ങൾ റമളാനിൽ നടക്കുന്നുണ്ട്. വേറൊരു കാര്യം നടന്നത് ലൈലത്തുൽ ഖദ്ർ. റമളാൻ എന്നൊരു മാസത്തിന്റെ പേരാണ്. ആ മാസത്തിന്റെ വ്യത്യസ്ത പ്രത്യേകതയാണ് ഈ പറയുന്നത്. റമളാൻ എന്നതൊരു മാസത്തിന്റെ പേരാണ്. ആ മാസത്തിന്റെ വ്യത്യസ്ത പ്രത്യേകതകളാണ്. വ്യത്യസ്ത പ്രത്യേകതകൾ അള്ളാഹ് വേണമെങ്കിൽ വേറെ ഏതെങ്കിലും മാസത്തിൽ വേറെ ആക്കാമായിരുന്നു. ഇതെല്ലാം അള്ളാഹു ഒരുമിച്ച് കൂട്ടി ഈ ഒരു മാസത്തിലാണ്. ഖുർആൻ ഇറങ്ങുന്നത് വേറെ മാസത്തിലാക്കാമായിരുന്നു. നോമ്പ് റമളാനിൽ ആക്കാമായിരുന്നു. പക്ഷെ അള്ളാഹ് ചെയ്തില്ല. അള്ളാഹ് റമളാനിൽ തന്നെ ഖുർആൻ ഇറക്കി, റമളാനിൽ തന്നെ നോമ്പുമാണ്. ബദർ വേണമെങ്കിൽ അള്ളാഹ് വേറെ മാസത്തിലാക്കാമായിരുന്നു. അതും അള്ളാഹു തന്നെയാക്കി. ലൈലത്തുൽ ഖദ്ർ അള്ളാഹ് വേറെ മാസത്തിലാക്കാമായിരുന്നു. അതും എത്ര ഉൾക്കൊള്ളിച്ചു. അപ്പൊ മൊത്തത്തിൽ ഒരു മാസം, ആ മാസത്തിൽ വ്യത്യസ്ത കാര്യങ്ങളെ അള്ളാഹു ഒരുമിച്ച് കൂട്ടുമ്പോൾ തന്നെ ആ മാസത്തിന്റെ വില നമുക്ക് മനസ്സിലാവുന്നു. അപ്പൊ തന്നെ നമുക്ക് ആ മാസത്തിന്റെ വില മനസ്സിലാവും. അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരന്മാരെ, 2 3 4 ദിവസം കഴിഞ്ഞാൽ ആ പരിശുദ്ധമായ മാസം വരവായി. ഈമാനോടെ ഇഹ്തിസാബോടെ സ്വീകരിച്ചോളി. പ്രയാസപ്പെട്ടിട്ടായാലും ബുദ്ധിമുട്ടിട്ടായാലും അള്ളാഹുവിനോടുള്ള സന്തോഷത്തോടെ, അള്ളാഹ് എന്ത് പ്രയാസപ്പെട്ടാലും ഞാൻ സഹിക്കും നിനക്ക് വേണ്ടി. എത്ര ദാഹിച്ചാലും ഞാൻ സഹിക്കും നിനക്ക് വേണ്ടി. എത്ര വിശന്നാലും ഞാൻ സഹിക്കും നിനക്ക് വേണ്ടി. ജോലിക്ക് ഭാരമുണ്ട് എന്നാലും ഞാൻ സഹിക്കും നിനക്ക് വേണ്ടി. കാരണം നിന്റെ കൽപ്പനയാണ്. നിന്നെ ഇഷ്ടപ്പെടുത്താൻ, നിന്നെ തൃപ്തിപ്പെടുത്താൻ ഞാൻ കുറച്ച് നൊന്താലും എനിക്ക് വിഷയമല്ല. നിന്റെ സന്തോഷമാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി ഞങ്ങൾ പറഞ്ഞു, അടിമകളിൽ നിന്ന് കിട്ടുന്ന 2 കാര്യം, അപ്പൊ അല്ലാഹുവിൽ നിന്ന് 2 കാര്യം ഇങ്ങോട്ട്. അത് 2 കാര്യം സ്വർഗപ്രവേശനവും നരകമോചനവുമാണ് എന്ന് പറഞ്ഞു റസൂലുള്ളാഹി. ഈ ഹദീസിനെ പുരസ്കരിച്ചുകൊണ്ടാണ് ചില ദുആകൾ പിൻഗാമികൾ ഉണ്ടാക്കിയത്. സുഗാരങ്ങൾ ആ ദുആ പറഞ്ഞു തന്നിട്ടില്ല. പിൻഗാമികൾ അത് വെച്ചുകൊണ്ട് ദുആ ഉണ്ടാക്കി. അങ്ങനെയാണ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്ന വഅഊദു ബിക മിനന്നാർ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ കുട്ടി പറയുന്നുണ്ടല്ലോ. അത് ഉണ്ടായത് ഈ അടിസ്ഥാനത്തിലാണ്. ഇതിനെ തൗവീൽ ചെയ്തുകൊണ്ടുള്ള പിൻഗാമികൾ ഉണ്ടാക്കിയ ഒരു ദുആ ആണ്. നബി തങ്ങൾ പഠിച്ചെന്ന ദുആ ആണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ടാണ്. ദുആ പറയുന്നതിന് കുഴപ്പമില്ല, പക്ഷെ നബി തങ്ങൾ പഠിപ്പിച്ച എന്താണെന്ന് പറഞ്ഞില്ല. ഈ ഹദീസിനെ തൗവീൽ ചെയ്തുകൊണ്ട് ദുആ പറയാം. അല്ലാഹുവേ, നീ റമളാനിൽ ഷഹാദത്ത് വെച്ചിട്ടുണ്ടല്ലോ, ഞാൻ ഷഹാദത്ത് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇസ്തിഗ്ഫാർ നീ എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ടല്ലോ, അസ്തഗ്ഫിറുല്ലാഹ്. നീ സ്വർഗം തരാമെന്ന് വഅദ ചെയ്തിട്ടുണ്ടല്ലോ, അസ്അലുക്കൽ ജന്ന. നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നീ പറഞ്ഞിട്ടുണ്ടല്ലോ, അഊദു ബിക മിനന്നാർ. എങ്ങനെ തരാതിരിക്കും? വൈകുന്നേരം വരെ നോമ്പാണ്. രാവിലെ മുതൽ ഉമ്മയും ഉപ്പയും മക്കളും നോമ്പിലാണ്. രാവിലെ കത്തലിന്റെ സമയം വന്നു, മക്കള് വിശക്കുന്നുമ്മാന്ന് പറഞ്ഞു. സഹിക്കും മോനെ, വൈകുന്നേരം ആകട്ടെ അള്ളാഹ് കലമ്പും, അള്ളാഹ്ക്ക് ദേഷ്യം പിടിക്കും. അള്ളാഹ് പറഞ്ഞാണ് നമ്മളോട് തിന്നരുത് എന്ന്. സഹിച്ചു, മക്കളും സഹിച്ചു, ആ മക്കളും സഹിച്ചു, പെമ്മക്കളും സഹിച്ചു, ഉമ്മയും സഹിച്ചു, ബാപ്പിയും സഹിച്ചു. ഉച്ചയായി, ചോറിന്റെ സമയം, വയറ്റും തിരക്കാൻ തുടങ്ങി. അസറിന്റെ സമയം, അടുക്കള സജീവമായി. ജ്യൂസ് ഉണ്ടാക്കലായി, ചായ ഉണ്ടാക്കലായി, പലഹാരം ഉണ്ടാക്കലായി, എല്ലാം മേശപ്പുറത്ത് ഒരുങ്ങലായി. ചെറിയ ചെറിയ മക്കൾ വന്നിട്ട് ബഹളം വെക്കുന്നു. കുറച്ചുകൂടി കഴിയട്ടാന്ന് ബാപ്പ പറയുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അല്ലാഹു അക്ബർ ബാങ്കിന്റെ ശബ്ദം കേൾക്കുന്നത്. ഉടൻ തന്നെ കാരക്ക തിന്നലായി, വെള്ളം കുടിക്കലായി, നോമ്പ് കുടിക്കലായി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റു, നിനക്കല്ലെങ്കിൽ പിന്നെ ആർക്കാണ് സ്വർഗം? ഞാൻ നിന്നോട് തിന്നരുതെന്ന് പറഞ്ഞു, നീ തിന്നില്ല. ഞാൻ നിന്നോട് കുടിക്കരുതെന്ന് പറഞ്ഞു, നീ കുടിച്ചില്ല. തിന്നേണ്ട സമയം വന്നപ്പോൾ നീ നന്നായിട്ട് തിന്നു, കുടിക്കേണ്ട സമയം വന്നപ്പോൾ നന്നായിട്ട് കുടിച്ചു. നിനക്ക് സ്വർഗം വാജിബാണ്. അല്ലാഹു തആല ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി ദുനിയാവിൽ കൊണ്ടുവന്നപ്പോൾ ആദ്യമായി നൽകിയ അമല് നോമ്പാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദമോട് പറഞ്ഞത് എന്താ? സ്വർഗത്തിൽ നിരോധിക്കപ്പെട്ട പഴം പറിച്ച് തിന്നതിന്റെ പേരിലാണ് ഇങ്ങോട്ട് വരേണ്ടി വന്നത്. ആദമിന്റെ മക്കൾ കംപ്ലീറ്റ് അള്ളാഹു ഉറപ്പ് കൊടുക്കണം. നീ തിന്നണ്ടെന്ന് പറഞ്ഞു, അള്ളാഹുബെ ഞാൻ തിന്നില്ല. നീ കുടിക്കണ്ടെന്ന് ഞാൻ കുടിച്ചില്ല. വരെ ആരെയും ബോധിപ്പിക്കാനല്ല, നിന്നെ ബോധിപ്പിക്കാൻ. ഇനിയെങ്കിലും ആ സ്വർഗം എനിക്ക് തിരിച്ചു തന്നാ പറ്റൂലേ അള്ളാഹുവേ? അടിമകൾക്ക് ചോദിക്കാം അള്ളാഹുവിനോട്. ആ നിരോധിക്കപ്പെട്ട തിന്നരുതെന്ന് പറഞ്ഞത് തിന്നതിന്റെ പേരിലാണല്ലോ പുറത്തേക്ക് വന്നത്. എങ്കിൽ തിന്നരുതെന്ന് നീ പറഞ്ഞാൽ തിന്നാതിരിക്കാൻ ഞാൻ തയ്യാറാണ്. കുടിക്കരുതെന്ന് പറഞ്ഞാൽ കുടിക്കാതിരിക്കാൻ ഞാൻ തയ്യാറാണ്. ആ വ്യവസ്ഥ ഞാൻ സ്വർഗത്തിൽ പാലിച്ചിരിക്കും. അതിന് തെളിവ് റമദാൻ മാസം ഞാൻ സജീവമാക്കി. നാളെ സ്വർഗത്തിൽ എത്തിയിട്ട് ആ മരത്തിന്റെ പഴം തിന്നണ്ടെന്ന് അഥവാ നീ പറഞ്ഞാൽ ഞാൻ തിന്നൂല്ല. തെളിവ്
ഇവിടെ നിന്നുണ്ടോ പറഞ്ഞപ്പോ ഞാൻ തിന്നില്ല. അവിടെ എത്തിയിട്ട് ഇന്ന നദിയിലെ വെള്ളം കുടിക്കേണ്ടത് അഥവാ സങ്കല്പിച്ച് പറഞ്ഞാൽ തന്നെ കുടിക്കൂല. ഞാൻ അത് ഒഴിവാക്കും. കാരണം ഞാൻ ഇവിടെ നിന്ന് കുടിക്കേണ്ടതെന്ന് ഒഴിവാക്കിയവനാണ്. അപ്പൊ ദുനിയാവിൽ നിനക്ക് വേണ്ടി ഞാൻ തിന്നൽ കുടിക്കൽ ഒഴിവാക്കിയവനാ എങ്കിൽ അള്ളാഹുവെ ആ സ്വർഗം തിരിച്ചു തരാൻ കനിവുണ്ടാവണം പഠിച്ചവനെ എന്ന് ചോദിക്കാൻ ഏറ്റവും നല്ല അമൽ, അള്ളാഹിന്റെ മുമ്പിൽ തവസ്സുലായിട്ട് വെച്ചുകൊടുക്കാൻ, വസീലയായിട്ട് വെച്ചുകൊടുക്കാൻ ഏറ്റവും നല്ല അമൽ അൽഹംദുലില്ലാ നോമ്പാണ്. ശഹ്റു റമദാൻ. തയ്യാറാവല്ലോ എല്ലാവരും ഇൻഷാ അല്ലാഹ്. അള്ളാഹു എന്നെ നിങ്ങളെ സഹായിക്കട്ടെ. പ്രകാശിക്കുന്ന ഈമാൻ അള്ളാഹു നസീബാക്കി തരട്ടെ. ഏറ്റവും നല്ല പ്രകാശിക്കുന്ന അവസ്ഥ അള്ളാഹു മരിക്കുന്ന നേരത്താക്കി തരട്ടെ. എന്റെ ബഹുമാനമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, പരിശുദ്ധ റമദാനാണ്. തൽക്കാലം നമ്മളെ ക്ലാസ് നടക്കുമായിരിക്കും. റമദാന്റെ പരിപാടികളും മറ്റൊക്കെ ഉണ്ടാവുമായിരിക്കും. എന്താണെന്നറിയില്ല. നമുക്ക് ഇൻഷാ അല്ലാഹ് ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മിക്കവാറും ഒരു സെപ്റ്റംബർ മാസം അങ്ങോട്ട് വരാനാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോകാം. എനിക്ക് എത്ര അറിയുള്ളൂ. എന്നെ പറഞ്ഞു കൊടുക്കാനേ എന്നെ കൊണ്ട് പറ്റുള്ളൂ. ഇനി അത് പുതിയത് പറയണമെന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞു നടക്കൂല. എനിക്ക് ഇത്രേ അറിയുള്ളൂ. അറിയുന്നത് എനിക്ക് പറയാൻ പറ്റുള്ളൂ. അറിയാത്തൊക്കെ ഞാൻ ഇൽമിൽ അല്ലാഹു ബറക്കത്തും അതനുസരിച്ച് അമലിന് വലിയ വലിയ തൗഫീഖും അല്ലാഹു നസീബാക്കി തരട്ടെ. സുന്നത്തും ഫർദുമായ അമലുകളെ കൊണ്ട് അല്ലാഹു നമ്മുടെ ഈമാൻ താഖത്തും ഖുവ്വത്തും ഉള്ളതാക്കി ഷഹാദത്തിലെ അമാനത്ത് അല്ലാഹു ബോധ്യപ്പെടുത്തി കൊടുക്കാൻ അല്ലാഹു നമ്മളെ സഹായിക്കട്ടെ. നമ്മുടെ രോഗികൾ, ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ട് രോഗികൾ, മാനസിക രോഗികൾ, അപസ്മാര രോഗികൾ, ചെറുതും വലുതുമായ രോഗങ്ങൾ, ശരീരത്തിന്റെ വേദനകൾ, ഉള്ളിന്റെ വേദനകൾ, പുറത്തുള്ള വേദനകൾ, ചെറിയ കുട്ടികൾ, വലിയവർ, ആണുങ്ങൾ, പെണ്ണുങ്ങൾ, മുസ്ലിമീങ്ങൾ, അമുസ്ലിമീങ്ങൾ, ആശുപത്രിയിലുള്ളവർ, വീടുകളിലുള്ളവർ, അല്ലാഹു അവന്റെ ഖുദ്റത്ത് കൊണ്ട് ശിഫാവ് നസീബാക്കി കൊടുക്കട്ടെ. അല്ലാഹു പരീക്ഷണാർത്ഥം അവന്റെ അടിമകളിൽ നിന്ന് തിരിച്ചെടുത്ത ആഫിയത്ത് സന്തോഷത്തോടെ അല്ലാഹു മടക്കി കൊടുക്കുകയും നിലനിർത്തി കൊടുക്കുകയും ചെയ്യട്ടെ. നമുക്ക് ഇത്തരം രോഗങ്ങളും വേദനകളൊന്നും വരാതെ അല്ലാഹു കാക്കുകയും നമുക്ക് ഈ തന്ന ആഫിയത്ത് അല്ലാഹു ഒരു പോറലും ഏൽക്കാതെ മരിക്കുന്നവരെ നിലനിർത്തി തരികയും ചെയ്യട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയവർ, നമ്മുടെ ഉപ്പമാര്, ഉമ്മമാര്, കാരണവന്മാര്, വേണ്ടപ്പെട്ടവർ, ഒരു ബർസഖിന്റെ ലോകത്ത്, കാത്തിരിപ്പിന്റെ ലോകത്ത് അല്ലാഹുവിന്റെ അടുക്കൽ വളരെ സന്തോഷത്തിലാണ് ചിലർ. മറ്റു ചിലർ എന്തോ കാരണത്താൽ ദൂരത്തിനും അകലത്തിനും വിഷമത്തിനും അല്ലാഹു അവന്റെ ഔദാര്യം കൊണ്ട് അവരെ അള്ളാഹിന്റെ അടുത്ത് സന്തോഷിക്കുന്നവരെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി കൊടുക്കട്ടെ. നമ്മളും ബർസഖിൽ എത്തുമ്പോൾ ആ നല്ലവരോടൊപ്പം നമ്മളെ ചേർക്കുകയും അവരെയും നമ്മളെയും ജന്നത്തുൽ ഫിർദൗസിൽ അല്ലാഹു എത്തിക്കുകയും നമ്മുടെ തൗഹീദിന്റെ ഷഹാദത്തിന്റെ രേഖകൾ അല്ലാഹു പരിശോധിക്കുമ്പോൾ അത് അള്ളാഹ്ക്ക് ബോധ്യപ്പെട്ട് ഇഷ്ടപ്പെട്ട് തൃപ്തിപ്പെട്ട് നമ്മളെ അവന്റെ അടുത്ത അയൽവക്കക്കാരായി അബദുൽ ആബാദ് കഴിച്ചുകൂട്ടാനും എന്താണോ വേണ്ടത് മരിക്കുന്നതിന് മുമ്പ് അല്ലാഹു തആല അതിന് അവസരം നമുക്ക് ഉണ്ടാക്കി തരട്ടെ. ഈ പരിശുദ്ധ റമദാനിനെ അല്ലാഹു